ഈ ദേശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തിക്കോസിൻ്റെ ആരംഭ ദിശകൾ ആ സമയങ്ങളിൽ തന്നെ ഈ ദേശത്ത് അനേകര് ഈ സത്യസുവിശേഷത്തിൻ്റെ സാക്ഷികളായി ഈ ദേശത്ത് ഇറങ്ങി അനേകരെ ദൈവം അതിനായിട്ട് എഴുന്നേൽപ്പിച്ചു. ഈ ദേശത്ത് വരുമ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല, മൺമറഞ്ഞ കർത്താവിൻ്റെ വലിയൊരു ദാസൻ മാങ്ങാനം ജോസഫ് അവർകൾ. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയാൽ അനുഗ്രഹിക്കപ്പെട്ട നൂറുകണക്കിന് ആയിരക്കണക്കിന് ദൈവമക്കൾ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിലുണ്ട്. പല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പഴയ പെന്തിക്കോസുകാർ പലരും പറഞ്ഞത് മാങ്ങാനം ജോസഫിൻ്റെ ശുശ്രൂഷയിലാണ് അഭിഷേകം പ്രാപിച്ചെന്ന്. അപ്പം അങ്ങനെ ധാരാളം സാക്ഷികൾ, അതിന് പുറകോട്ടാ പിന്നെ ബാക്കിയുള്ളവരല്ല പലരും. ദൈവത്തിന് മഹത്വം. അതുപോലെ തന്നെ അനേക ദൈവകുഞ്ഞുങ്ങളെ ഈ ദേശത്ത് ദൈവം എഴുന്നേൽപ്പിച്ചു. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്നെയല്ല, ഈ മാങ്ങാനത്ത് വന്ന് ഇന്നിപ്പോൾ തൊണ്ടയ്ക്ക് അല്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പാടിയില്ല, പാടാനും പേടിയാ, വടക്കന്തലക്കാരെല്ലാം ഇവിടെ കിടക്കുക. അപ്പം അവരുടെ പാടി ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ദൈവത്തിൻ്റെ മഹത്വം. അവർ ഒന്നുകൊന്നുക്കും മെച്ചമാണ്. തന്നെയല്ല, ഈ ദേശത്തുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ധാരാളം കുടുംബങ്ങൾ ഈ ദേശത്തുണ്ട്. അവരുടെ എല്ലാം പേര് പറയാൻ പോയാൽ പേര് മറന്നിട്ടല്ല, വീട്ടുപേര് മറന്നിട്ടല്ല. നമുക്ക് ഇപ്പം തന്നെ 8:20 പിന്നെ അപ്പം ചോദിക്കും, പാസ്റ്റർ എന്തിനാ പിന്നെ അങ്ങേർക്ക് പാട്ട് പാടാൻ കൊടുത്തത്? ഏതായാലും ഞാനൊരു പാട്ട് പാടാൻ അതിൻ്റെ ടൈം അങ്ങോട്ട് ഇട്ട് കൊടുത്തത്. അപ്പം അത് ഇനിയും കണക്ക് കൂട്ടിയിരിക്കണ്ട, അത് ആ കണക്ക് ഞാൻ നികത്തി. അപ്പോൾ ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി സന്ദർഭോചിതമായിട്ട് ചിലപ്പോൾ 2 ശീല പാട്ട് പാടിയെന്നും വരാം. തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ക്ഷണിക്കുന്നു. ദൈവത്തിന് മഹത്വം. ഈ ദേശത്ത് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ദൈവകുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് സമീപ ഭവനങ്ങളിൽ പാർക്കുന്ന ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ, അവരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവവചന ചിന്തയ്ക്ക് നമ്മൾ പരിചിതമായൊരു വാക്യമാണ് വായിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ വലിയൊരു ദാസന്മാർ കൂടി വിലപ്പെട്ട ആലോചനകൾ ഈ ദേശത്തോട് ദൈവം അറിയിച്ചു. അവരെ ദൈവം ഉത്തരോത്തരം അനുഗ്രഹിച്ച് ശുശ്രൂഷകളെയെല്ലാം ദൈവം ആദരിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ അല്പസമയങ്ങൾ ശാന്തമായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് ചിന്തിക്കാം. എപ്പം പ്രസംഗം നിർത്തണം പാസ്റ്റർ? 9 രാത്രി മുഴുവനോ? പണ്ടൊരാൾ അച്ഛനാകാനും പെണ്ണ് കെട്ടാനും ഞാൻ തയ്യാറാന്ന് പറഞ്ഞ പോലെ ആട്ടെ, നോക്കട്ടെ, എൻ്റെ പരുവത്തിന് പോവാം. എന്താ ക്ഷണായി പാസ്റ്റേ? പരുവത്തിന് പോവാം. എനിക്ക് പരുവം കാണുമ്പോൾ അറിയാം. ഇന്ന് രാത്രി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാത്രിയിലെ ചിന്തയിൽ ആ വായിച്ച തിരുവെടുത്തിൽ എടുത്തു പറയുന്ന ഒരു പദം ഭയപ്പെടേണ്ട. ഒന്നുകൂടെ ഒന്ന് വായിച്ചു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. 2 or 3 പേർ അവിടുത്തെ തിരുനാമത്തിൽ എവിടെ കൂടിയാലും നടുവിൽ വരുമെന്ന് അരുളി ചെയ്ത നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം പണിയണമെന്ന്. നമ്മുടെ കർത്താവ് ചെന്നിടത്തെല്ലാം നടുവിലാണ്. 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ ചെന്നപ്പോഴും ആ ശാസ്ത്രിമാരുടെ നടുക്കല്ല, മൂലയെ കയറി മൂലയെ കുട്ടിയിരിക്കുമ്പോൾ ഇരിക്കുകയല്ല. അങ്ങനെ ഇരിക്കേണ്ട ഗതികേടൊന്നും ഏതെങ്കിലും മുക്കിന് കൊണ്ടുവിട്ടിരുന്നോണ്ട് ഞങ്ങൾ പിന്നെ വരാമെന്നും പറഞ്ഞു പോകേണ്ട കാര്യമില്ല. യേശു ചെന്നിടത്തല്ല നടുക്കായിരുന്നത്. സ്തോത്രം. നമ്മളെയൊക്കെ പിടിച്ച് ഒരു മൂലയെ കൊണ്ടിരുത്തി വെച്ച് പറയാം, അവിടെ ഇരുന്നോ, അവിടെ പിന്നെ വരാൻ പറയും. യേശുവിന് അങ്ങനത്തെ ഗതികേടൊന്നും വന്നിട്ടില്ല. അവിടുന്ന് ചെന്നതും നന്നതെല്ലാം നടുവിലാണ്. ക്രൂശിക്കപ്പെട്ടപ്പോഴും 2 ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിലാണ് അവിടുന്ന് കിടന്നത്. ദൈവത്തിന് മഹത്വം. ഉയർത്തപ്പോഴും ശിക്ഷവൃന്ദങ്ങളുടെ നടുവിൽ, മുറി അടച്ചിട്ടപ്പോൾ അവരുടെ നടുവിൽ അവിടുന്ന് ആമേൻ വന്ന് നിന്നെന്ന നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രിയിലും ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. അതിനുശേഷം വാതിലടച്ചിട്ടപ്പോഴും അവരുടെ നടുവില്ല. എന്നാലും ഒരു പാട്ട്, ഒരു വരി പാടും. പിന്നെ
വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ചുവന്നാജ്ഞ നൽകി. വാതിലടച്ചിരിക്കെ എന്നും ഞാൻ കൂടെയുണ്ട്. സ്വർലോകരാജൻ 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 സ്വർലോകരാജൻ. എനിക്ക് പാട്ട് പാടാനുള്ള കൃപയും ട്യൂണും സ്വരവും ഇല്ലെന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാലും മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവരോട് ഒരു കാര്യം അപേക്ഷിക്കുന്നു. ഈ ഹാർമോണിയത്തിൻ്റെ ശബ്ദം ഒരല്പം കൂടെ പൊടിക്ക് കൂട്ടണം. കാരണം പുള്ളി ഉള്ളത് കൊണ്ടാണ് ഞാൻ വലിയ കുഴപ്പമില്ലാതെ പാടുന്നത്. അപ്പം അത് ഒരു പൊടിക്കൂടെ ഒന്ന് അത് നിങ്ങളാണോ അവരാണോ കൂട്ടുന്നത്? ഒരു പൊടിക്കൂടെ കൂട്ടിയാൽ മതി. ബാക്കിയെല്ലാം ഇച്ചിരി താന്ന് നിന്നാൽ മതി. കാരണം ബാക്കി എനിക്കതിൻ്റെ കണക്കറിയത്തില്ല. ഇതിൻ്റെ കണക്കറിയത്തില്ലെങ്കിലും പുള്ളി കണ്ണ് കാണിക്കും. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇവർക്കാകുമ്പോൾ ഇതെല്ലാം പഠിച്ച് അതിൻ്റെ തിട്ടത്തിൽ നിൽക്കുക, നമുക്ക് അറിയത്തില്ല. ആട്ടെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, ഭയപ്പെടേണ്ട. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് എടുക്കുന്ന പ്രയോഗമത, ആ പദമത, ഭയപ്പെടേണ്ട. ദൈവത്തിന് മഹത്വം. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം. അങ്ങനെ മൊത്തം 66 പുസ്തകങ്ങൾ. നിങ്ങൾ ഒരു ഉപകാരം ചെയ്യുക, ഇല്ല ഒന്ന് എഴുന്നേക്കാമോ? ഒന്ന് അവരെല്ലാം ഇരുട്ടത്തായിരിക്കുന്നത്. ഒന്ന് അപേക്ഷിക്കുക, കൽപ്പിക്കുകയല്ല, ഒന്ന് എഴുന്നേക്കാമോ? അമ്മ എഴുന്നേക്കമ്മ ഇരുന്ന് ആലോചിക്കാതെ ആ കസാരയായിട്ട് ഇരുന്ന കസാരയായിട്ട് മുന്നോട്ട് വരാവോ? കസാരയായിട്ട് അവിടെ നിന്ന് കറങ്ങാനല്ല പറഞ്ഞത്, അതുമായിട്ട് മുന്നോട്ടിഞ്ഞ് വരും. ഒന്നുകൂടെ ഒന്ന് കറങ്ങിയേച്ച് അവിടെ ഇരിക്കാനാ. സഹോദരന്മാരും ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ചെയ്ത് അജു ചൂടെ മുന്നോട്ട്. നിങ്ങൾ കസാരയായിട്ട് മുന്നോട്ട് വാ. ആ വയ്യാത്തപ്പച്ചൻ അവിടെ ഇരുന്നോട്ട്, അപ്പച്ചനെ ശല്യം ചെയ്യരുത്. ബാക്കി എല്ലാവരും കസാരയായിട്ട് അമ്മ ഒന്ന് കറങ്ങുക. അമ്മ അവിടെ ഇരിക്കാതെ അമ്മ ഇങ്ങോട്ട് കയറി വരാൻ. ഓ, അവിടെ നിന്ന് കറങ്ങുന്നു. മുന്നോട്ട് കയറി. മുന്നിൽ കസാര വെറുതെ ഇടരുത്, പിന്നെയും എഴുന്നേറ്റിരിക്കേണ്ടി വരും. മുന്നിൽ ഏതെങ്കിലും കസാര വെറുതെ കിടപ്പുണ്ടെങ്കിൽ അതിലോട്ട് കയറിയിരിക്കണം. അപ്പോൾ പുറകിൽ വരുന്നവർക്ക് ഈ കസാര ചുമതലപ്പെട്ടവർ കൊണ്ട് കൊടുത്ത്, ഏതായാലും ഇന്ന് മെനക്കേടാ, സമയം പോയി. അപ്പം പിന്നെ മുന്നേ ഒരു കസാര വെറുതെ കിടക്കരുത്. കിടന്നാൽ പിന്നെ എഴുന്നേറ്റിരിക്കേണ്ടി വരും. അത് യുക്തമായിട്ട് ചെയ്താട്ടെ. ഓ, വെളുക്കുന്നിടം വരെ പോട്ടെന്നാ പുള്ളി പറഞ്ഞത്. തോന്നുന്നു മോളെ, ഈ 3 കസാര ആർക്കിട്ടിരിക്കുക? ഇങ്ങോട്ട് കയറിയിരിക്കുക. ഇനി കയറി ഇനി പുറകിൽ ആരെങ്കിലും വന്നാൽ അവർക്ക് ചുമതലപ്പെട്ടവരെ കസാര കൊടുക്കും. അപ്പോൾ അത് നല്ലത്. അങ്ങോട്ട് കയറിയിരിക്കുക. ഏതായാലും ഇരുന്നേച്ച് നിങ്ങൾ കൊച്ചുങ്ങളെ, നിങ്ങൾ ഇങ്ങോട്ട് കയറിയിരിക്കുക. നിങ്ങൾക്കിത് പറഞ്ഞൊന്നും പിടികിട്ടുന്നില്ലേ? കയറിയിരിക്കുക. അനുസരണം. വേറൊരു ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. മുന്നോട്ട് കയറിയിരിക്കും. മുന്നോട്ട് കയറിയിരിക്കുക. കസാര ഒഴിച്ചിടരുത്. മുന്നിലൊരു കസാര വെറുതെ കിടപ്പുണ്ടെങ്കിൽ അതിലോട്ട് കയറിയിരിക്കണം. അപ്പം പുറകിൽ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ അവർ നിന്ന് കാല് കടയ്ക്കാതെ അവർക്കും വന്ന് 10 മിനിറ്റ് കസാര ഇരുന്ന് പാടുകയോ പ്രാർത്ഥിക്കുകയോ വചനം കേൾക്കുകയോ ചെയ്യാം. അത് നമ്മുടെ ക്ഷണായി പാസം. ഇനി ഇവിടെ വല്ലതും കസാര ഇടയ്ക്ക് വെറുതെ കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് ആരോഗ്യമുള്ളവർ, ആക്കമുള്ളവർ ഒന്ന് പൊക്കി കണച്ചാട്ട്. കസാര വല്ലതും വെറുതെ ബാഗ് ഒക്കെ വെച്ച് മിണ്ടാതിരിക്കും. പിന്നെ പക്ഷേ ആ കസാര ഒന്ന് പൊക്കി കാണിക്കാൻ. അതങ്ങ് ചുമതലപ്പെട്ടവർ മേടിച്ചാലേ പെട്ടെന്ന് അത് പുറകോട്ട് പോകുകയോ എല്ലാം ചെയ്താൽ ഇനി ആരെങ്കിലും വന്നാൽ അവർക്ക് ഇരിക്കാം. ഇപ്പം എല്ലാം ഒപ്പിച്ച് വരുമ്പോൾ 9 മണിയാകും. ഏതായാലും ഇനി അത് ശരിയാക്കിയിട്ട് പറയാം. ആട്ടെ, നിങ്ങളുടെ നല്ല സഹകരണങ്ങൾക്ക് നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് അനുഗ്രഹം പ്രാപിക്കുമെന്നുള്ളതിന് പ്രധാനപ്പെട്ട തെളിവാണ് അനുസരിച്ചത്.
അപ്പം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹകരണത്തിന് നന്ദി. ദൈവം സഹായിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകം ഉൽപ്പത്തി പുസ്തകം, ഒടുവിലത്തെ പുസ്തകം വെളിപ്പാട് പുസ്തകം, അങ്ങനെ മൊത്തം 66 പുസ്തകമാണ്. ഇതുപോലെ ഒരു പുസ്തകം ഉലകത്തിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല, ആർക്കും ഉണ്ടാക്കാൻ ഒക്കുകയില്ല. അതുപോലെ ശ്രേഷ്ഠമേറിയതായി പുസ്തകം. ഈ പുസ്തകത്തിന്റെ വിശേഷത, ഇതിനകത്തെ വചനങ്ങൾ, ഇത് ദൈവത്തിന്റെ വചനം. നാം അങ്ങനെ വായിക്കുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യം. ഈ പുസ്തകം നമ്മുടെ കരത്തിൽ ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇതെടുക്കുവാനും, എൻ്റെ ഭാഷയാണ്, ഇത് ചുമന്നുകൊണ്ട് നടക്കുവാനും, ഇത് വായിക്കാനും, ഇതിനകത്തെ കാര്യങ്ങൾ കേൾക്കാനും, അത് പഠിക്കാനും ഒക്കുന്നെങ്കിൽ അവസരം കിട്ടുമ്പോൾ അത് പറയാനുമൊക്കെ ഇടയാകുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ പുസ്തകം എടുത്ത ആർക്കും ദോഷമൊന്നും വന്നിട്ടില്ല. അപ്പൊ ചോദിക്കും, സ്തോത്രം, ധാരാളം പേര് എടുത്തിട്ടുണ്ടല്ലോ, ഇത് എടുക്കേണ്ട പോലെ എടുത്താൽ അങ്ങനെ ഉണ്ട്. ഇത് നമ്മൾ പറയും, ജോഡി ബൈബിൾ വിൽക്കുന്ന പുള്ളി എന്തും വേണ്ട പുസ്തകം ചുമന്നോണ്ടാ നടന്നേ. ആ കാര്യമല്ല പറഞ്ഞത്, അത് ബിസിനസ്സാണ്. പുസ്തകം ലോഡ് കണക്കിന് ചുമട്ടുകാരെല്ലാം കൂടെ എടുത്തോ, ഇത് തന്നെ അന്ന് പോലും ഇത് ചുമന്നവനെല്ലാം അനുഗ്രഹം പ്രാപിക്കാന്ന് പറഞ്ഞാൽ അത് പിന്നെ പ്രശ്നമാകും. ഇത് എടുക്കേണ്ടത് പോലെ എടുത്ത ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല, വരികയില്ല. ദൈവമക്കൾക്ക് ഞാൻ പറയുന്ന കാര്യം പെട്ടെന്ന് പിടികിട്ടും. 3 മാസമേ ഓബേദമിന്റെ വീട്ടിൽ പെട്ടകം വരുന്നു. അവനെയും അവനുള്ളത് എല്ലാം ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇത് വിശ്വസ്തയോടെ, പരമാർത്ഥതയോടെ എടുത്ത ആർക്കും ഒരു ദോഷം വന്നിട്ടില്ല, പരത്തുമില്ല. ഇത് പ്രമാണിച്ചവരെയെല്ലാം ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഇത് അനുഷ്ഠിച്ചവർക്കെല്ലാം അതിൽ കൂടിയുള്ള അനുഗ്രഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ രാത്രിയിൽ കൂടപ്പെട്ടവർക്കും ആ വിധത്തിലുള്ള ആശീർവാദങ്ങളും നന്മകളും ഉണ്ടാകട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുക. ദൈവത്തിന് മഹത്വം. ഈ പുസ്തകത്തിന്റെ വിശേഷത നമുക്കറിയാം. മൊത്തം 66 പുസ്തകമാണ്. അതിലെ ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പുസ്തകമെന്ന. ഇതൊക്കെ മാങ്ങാനത്തുള്ളവർക്കെല്ലാം മനപ്പാടമാ. അറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനായി ഇത് പറയുന്നത്. നമ്മുടെ യോഗത്തിന്റെ ഉദ്ദേശം അവരെ ഉദ്ദേശിച്ചാന്നല്ലോ. അപ്പോൾ അറിയാത്ത ആരേലും ഉണ്ടെങ്കിൽ അവർ ചോദിക്കും, ഇതുങ്ങൾ ഈ കിടന്ന് അലറുകയും കൂവുകയും പറയുകയും ചെയ്യുന്നത് എന്നതാ, ഏതിയുന്ന പുസ്തകം എന്നിടയ്ക്ക് പറയുന്നത് എന്തോ പുസ്തകമാണ്. അപ്പം അത് മനസ്സിലാകുന്ന ഭാഷയിൽ. അപ്പോൾ ഈ 66 പുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം നമുക്കറിയാം 5 പുസ്തകങ്ങളാണ്. അല്ല, മോശയുടെ പഞ്ചഗ്രന്ഥം എന്ന് അറിയും. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, അങ്ങനെ 5 പുസ്തകം. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തിയാ. ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, മൃഗോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, ജലോൽപ്പത്തി. എനിക്ക് ഈ മൈക്ക് സുഖമാകുന്നില്ല മോനെ. ഇതെടുത്തോട്ടെ. ഏതാ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം. സകലത്തിന്റെയും ഉൽപ്പത്തി ഈ പുസ്തകത്തിലാണ്. അപ്പോൾ ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, മൃഗോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, ജലോൽപ്പത്തി, എല്ലാത്തിന്റെ ഉൽപ്പത്തി ഈ പുസ്തകത്തിലാണ്. സൗണ്ട് കുറവാണോ? എനിക്കും തോന്നി. ഞാനത് കൂടെ പറഞ്ഞ ഇനി അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. നിങ്ങളാരില്ല. ഞാൻ പറഞ്ഞോളാം. സൗണ്ട് കൂട്ടിയിട്ടേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നീ എന്തായാലും വരികയാണെങ്കിൽ ഇടയ്ക്ക് പറഞ്ഞോണം. അപ്പൊ ശ്രദ്ധിക്കുക, ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെയും ഉൽപ്പത്തിയാ. ലോകോൽപ്പത്തി, മനുഷ്യോൽപ്പത്തി, മൃഗോൽപ്പത്തി, ജലോൽപ്പത്തി, പ്രപഞ്ചോൽപ്പത്തി, സകലത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തില്. 5 ദിവസം കൊണ്ട് ഭൂചര കേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ച് തദനന്തരം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. തനിയേ ഇരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിന് ഗാഠനിദ്ര ദീർഘനിദ്ര വരുത്തി ആദമിന്റെ പാർശ്വഭാഗത്തിൽ നിന്ന് ഒരു വാരിയെടുത്ത്
ഹവ്വായെ സൃഷ്ടിച്ച് ആദമിന്റെ സമീപ ഭാഗത്ത് കൊണ്ട് നിർത്തി. ആദാം ഉറക്കമുണർന്ന് കണ്ണ് ചിമ്മി നോക്കിയപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ ആ ഹവ്വായുടെ നിപ്പ്, അല്ലാതെ പരുവക്കേട് നിൽക്കുകയല്ലായിരുന്നു. അപ്പോൾ ഹവ്വായെ കണ്ട ആദാം ഇങ്ങനെ മുഴിഞ്ഞു. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കും നേരം ഒരു ദിവ്യമാം നാരീരത്നം തനിക്ക് മുമ്പിലായി നിൽക്കുന്നു. വിവാദത്തിന് കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച പാന് പോലെ. അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി ആദമൻ ഇപ്രകാരം ഉള്ളത്തിൽ ഉച്ചരിച്ചെന്ന, എന്ത് ഞാൻ കാണുന്നത് ഈ ചന്തമേറിയ കാഴ്ച, ഹന്ത മിന്നലി ഭൂവിൽ പിണ്ടിതാകൃതിയായോ, ചന്ദ്രനെ വെടിഞ്ഞെങ്കിൽ ചന്ദ്രിക വരാവതോ, സാന്ദ്ര സൗഭാഗ്യം എന്തൊരു നവസൃഷ്ടിയെന്ന. അപ്പോൾ പുത്തൻ സൃഷ്ടിയാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ സൃഷ്ടിയാണ്. അപ്പോൾ അങ്ങനെ ദൈവം തമ്പുരാൻ ഇവരെ തോട്ടത്തിലാക്കി, തോട്ടം കാക്കണം, തോട്ടത്തിൽ വേല ചെയ്യണം, ഇങ്ങനെ കർക്കശമായ നിർദ്ദേശങ്ങൾ ഇവർക്ക് കൊടുത്തു. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രാരംഭ അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിട്ട് ആമേൻ തലമുറകൾ അവർക്ക് ജനിച്ചു. പിന്നെ നോഹയുടെ കാലം, അബ്രഹാമിന്റെ കാലം, അബ്രഹാമിൽ നിന്ന് ഇസഹാക്ക്, ഇസഹാക്കിൽ നിന്ന് യാക്കോബ്, യാക്കോബിൽ നിന്ന് യോസേഫ്, ഒടുവില് ഉൽപ്പത്തി പുസ്തകം ഒടുവിലത്തെ 2 അധ്യായം 2 മരണമാണ്. ഒന്ന് യാക്കോബിന്റെ മരണം, 2 യോസഫിന്റെ മരണം. 2 മരണമാണ്. ഒന്ന് യാക്കോബിന്റെ മരണം വളരെ നല്ല മരണമാണ്. 147 വയസ്സുള്ളവനായിട്ട് യാക്കോബ് മരിക്കുക. ആ യാക്കോബ് മരിക്കുമ്പോൾ നല്ല മരണമാണ്. മരിക്കുന്നതിന് മുന്നേ തലമുറകളെയെല്ലാം വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് ദൂത് പറഞ്ഞതിന് ശേഷമാണ് യാക്കോബ് മരിക്കുന്നത്. 2ാമത്തെ മരണം യോസഫിന്റെ മരണമാണ്. യോസേഫ് മരിക്കുന്നത് നല്ല മരണമാണ്. മരിക്കുന്നതിന് മുന്നേ യോസേഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവുക, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് ദൈവം നിങ്ങൾക്കൊരു പുറപ്പാട് നൽകും. അങ്ങനെ പുറപ്പാട് നൽകി നിങ്ങൾ കനാനിലേക്ക് പോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയും വർഷം ഇവിടെ ജീവിച്ചെങ്കിലും ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. അപ്പൊ ഇതാണ് ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം പര്യവസാനിക്കുന്നത്. അടുത്തത് പുറപ്പാട് പുസ്തകമാണ്, ദൈവജനത്തിന്റെ പുറപ്പാട്. 3 അങ്ങനെ പുറപ്പെട്ട ജനത്തിന്റെ ആരാധനയ്ക്കുള്ള ക്രമീകരണമാണ് ലേവ്യ പുസ്തകം. അത് ആരാധനയുടെ പുസ്തകമാണ്. തോന്നിയെടുത്ത് ആരാധിക്കാനും തോന്നുന്നത് പോലെ ആരാധിക്കാൻ പ്രമാണമില്ല, ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. അതാണ് ലേവ്യ പുസ്തകം. അടുത്തത് സംഖ്യാപുസ്തകമാണ്. എൻ്റെ ഭാഷ പറഞ്ഞ ഇങ്ങനെ ആരാധിക്കുന്ന ദൈവജനത്തെ ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുക. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും സർവജ്ഞനായ ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുക. നമ്മെ മാത്രമല്ല എണ്ണിയിരിക്കുന്നത്, നമ്മുടെ തലമുടിയും കൂടെ ദൈവം എണ്ണി വെച്ചിരിക്കുക. ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും നന്നായിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയ ഒരു ദൈവമുണ്ട്. അതാണ് സംഖ്യാപുസ്തകം. അടുത്തത് ആവർത്തന പുസ്തകമാണ്. ആവർത്തന പുസ്തകത്തിൻ്റെ വിശേഷത നമുക്കറിയാം, പഠിക്കുന്നവർക്കറിയാം. പുതിയ കാര്യമൊന്നുമില്ല, പഴയ കാര്യങ്ങളാണ്. അതൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കുക. അതാണ് ആവർത്തന പുസ്തകം എന്ന് പറഞ്ഞാൽ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ ഒന്നും മറക്കരുത്. അതെല്ലാം ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ആവർത്തന പുസ്തകത്തിലെ പ്രയോഗങ്ങൾ നിങ്ങൾക്കറിയാം. ഇസ്രായേലിയെ കേൾക്കുക, ഇസ്രായേലിയെ ശ്രദ്ധിക്കുക, ഇസ്രായേലിയെ മറക്കരുത്, ഇസ്രായേലിയെ ഓർക്കണം, ഇസ്രായേലിയെ ചെവിചായിക്കണം, ഇസ്രായേലിയെ ശ്രദ്ധ വെച്ച് കേൾക്കണം. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളാണ് ആവർത്തന പുസ്തകത്തിൽ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ നടത്തിയ വിധങ്ങളൊന്നും മറക്കരുത്, ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റണം. ഇന്ന് രാത്രിയിലും ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന ബഹുമാന്യരായി നിങ്ങളോട് പറയാം, ദൈവം ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ എന്നെല്ലാം ദൈവം നമ്മെ വിടുവിച്ചു. നമ്മളെക്കാൾ മിടുക്കന്മാരും ഉന്നതന്മാരും കഴിവുള്ളവരും പ്രഗത്ഭന്മാരൊക്കെ നമുക്ക് മുൻപേ കടന്നു പോയിരിക്കുക. ആ കോവിഡിൻ്റെ സമയത്തും വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തും മറ്റ് മാരക രോഗത്താൽ അനേകർ വലഞ്ഞ് ഭാരപ്പെട്ട് ഈ ലോകത്ത് നമ്മുടെ സമശിഷ്ടങ്ങൾ, സ്നേഹിതർ, വേണ്ടപ്പെട്ടവർ, സഭാവിശ്വാസികൾ, പ്രിയപ്പെട്ടവരൊക്കെ മൺമറഞ്ഞ് മാറ്റപ്പെട്ടു. ഇന്ന് രാത്രിയിലും ആയുസ്സോടെ ഇരിക്കാം. ദൈവം നിനക്ക് സാവകാശം നൽകി. ദൈവം നമുക്ക് ആരോഗ്യം നൽകി, ആയുസ് നൽകി, നന്മ നൽകി, പാർപ്പിടം നൽകി, ഭക്ഷണം നൽകി, ആമേ ശ്വാസം ശ്വസിക്കുവാനും വിശ്വസിക്കുവാനും ഒക്കെ ദൈവം നമുക്ക് സാവകാശം നൽകി. വണ്ടിയൊന്നുമില്ലെങ്കിൽ വിത്തറ്റം നടന്നാന്നേലും വന്നിരിക്കുവാൻ ദൈവം നമുക്ക് സാവകാശം നൽകി. ഇതെല്ലാം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പോൾ ആവർത്തന പുസ്തകം പുതിയ കാര്യമില്ല, പഴയ കാര്യങ്ങൾ ഓർപ്പിച്ച് ഇവരെ സ്തോത്രം ചെയ്യുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എഴുതിയ പുസ്തകമാണ്. പിന്നീട് അങ്ങോട്ട് പഠിക്കുമ്പോൾ ചരിത്ര പുസ്തകങ്ങളാണ്. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിൻ്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. പിന്നീട് നാം നിങ്ങൾ പരുവത്തിന് നിൽക്കണേ, ഞാൻ ഇനി ഒന്നും പറയത്തില്ല. എൻ്റെ പരുവത്തിന് ഞാനങ്ങ് നിൽക്കുകയുള്ളൂ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ശ്രദ്ധിക്കുക.
ദൈവത്തിന് മകൻ ആണ് ഇപ്പോഴാ ഒത്തത്. രോഗം തീരുമ്പോഴോ? അപ്പൊ ശ്രദ്ധിച്ചേ, ഈ എല്ലാ ദിവസവും ഈ പ്രസംഗവും യാത്രയൊക്കെ ആണ്ട് തൊണ്ട അങ്ങ് പോയി കിടക്കുക. അതുകൊണ്ടാണ് കൂടെ കൂടെ പറയുമ്പോൾ പിന്നെ അവർക്കും പ്രയാസമാകും. വെറുതെ എന്തിനാ? അതുകൊണ്ടാണ് നമുക്കങ്ങ് സഹിക്കാം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. അതിന് ഈ രണ്ട് സഹോദരിമാർ കൂടെ കൂടെ അങ്ങോട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാരെ അന്നാ തോന്നുന്നു അല്ലേ? അതാ എനിക്ക് തോന്നി. ഓളിയും കൂട്ടിക്കൂടെ ഓളിയും കൂട്ടിക്കൂടെ. അയാൾ ബോധമില്ലാത്തവനാ വല്ലതും വിളിച്ചു പറഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് കൂടെ നാണക്കേടാന്ന് ആ നോട്ടത്തിന്റെ അർത്ഥം ഒക്കെ എനിക്ക് പിടികിട്ടും. പിന്നെ അത് ചൊവ്വിനെ വെച്ചു കൊടുക്കുക. അയാൾ ബോധമുള്ളവനല്ല, അയാൾ വല്ലതും മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞാൽ എനിക്കൂടെ നാണക്കേടാ ആ നോട്ടത്തിൽ എനിക്ക് പിടികിട്ടിയെന്ന്. പിന്നെ നമ്മൾ 10-35 കൊല്ലമായിട്ട് ഈ ശ്വാസം വലിയ ശ്വസിക്കുന്നത് അത് തന്നെയല്ലേ ഉദ്ദേശിച്ച്? അത് തന്നെ എനിക്കറിയാം. കണ്ടോ? അങ്ങനെ അച്ഛൻ അതെല്ലാം കൈകാര്യം ചെയ്തോളൂ. നമ്മളിങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടം. അപ്പൊ ശ്രദ്ധിക്കുക, യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ചരിത്ര പുസ്തകങ്ങളാണ്. പിന്നീട് സംഗീത പുസ്തകങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് പ്രവചന പുസ്തകങ്ങളാണ്. ആ പ്രവചന പുസ്തകങ്ങളെയും രണ്ടായിട്ട് തരംതിരിക്കുന്നു: വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ. അങ്ങനെ ചെറിയ പ്രവാചകന്മാരുടെ ഒടുവിലത്തെ നിരയിൽപ്പെട്ട മലാഖി. അങ്ങനെയാണ് പഴയ നിയമം പര്യവസാനിക്കുന്നത്. നമുക്കറിയാം അടുത്തത് പുതിയ നിയമമാണ്. പ്രാരംഭത്തിൽ 4 സുവിശേഷ പുസ്തകങ്ങൾ: മത്തായി സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റുകയല്ല, ആളെ കൂട്ടുകയല്ല, ബഹളവും വെപ്രാളവും പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം ഉണ്ടാക്കി പിരികയല്ല. സുവിശേഷം ഒരു വ്യക്തിയാ. ആര്? കർത്താവാകുന്ന യേശു ക്രിസ്തു. ആമേൻ. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകൾ വെടിഞ്ഞ് ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. നിങ്ങൾക്കെല്ലാം മനപ്പാഠം ആ വാക്യം പൗലോസ് പറഞ്ഞു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ. അതാകുന്ന ഞങ്ങളുടെ സുവിശേഷം. ഈ സുവിശേഷത്തെ തകർക്കുവാൻ, നശിപ്പിക്കുവാൻ കച്ചകെട്ടി രംഗത്ത് വന്ന അനേകരുണ്ട്. കച്ചയടിഞ്ഞതല്ലാതെ സുവിശേഷത്തിന് ഒരു കോട്ടവും വന്നിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് മരിച്ചു മണ്ണോട് ചേർന്ന മാർഗമല്ല, മരിച്ചവൻ ഉയർത്തു വന്ന മാർഗമാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ജീവിക്കുന്ന കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. സുവിശേഷത്തെ നശിപ്പിക്കുവാൻ, സുവിശേഷകരെ തകർക്കുവാൻ, സുവിശേഷ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ വരുത്തുവാൻ, വകവരുത്തുവാൻ അനേകർ രംഗത്ത് വന്നു. സ്നേഹത്തോടും ബുദ്ധി ഉപദേശിക്കട്ടെ. ആമേൻ. രംഗത്ത് വന്നവർ ഇതിനകത്ത് വന്നതല്ലാതെ ആമേൻ സുവിശേഷത്തിനൊരു മാറ്റവും വന്നിട്ടില്ല, വരത്തുമില്ല. ഇത് എന്നുവെന്നേക്കും ജീവിക്കുന്ന മാർഗമാണ്. ആ നല്ല സുവിശേഷത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ജയിക്കുമേ സുവിശേഷം, ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു സന്തോഷമേ. ചില്ലെന്ന് വെക്കുന്ന ശബ്ദം ഏതാ? അത് ഇച്ചിരി ഒന്ന് കൊടുക്കും. ചില്ലെന്ന് കേൾക്കുക. എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ അറിയാവുള്ളൂ. അതുകൊണ്ടാണ് അത് ഇച്ചിരി ഒന്ന് പൊടിക്ക് താത്തോണം. നമ്മുടെ ഇല്ല പാസ്റ്റർ മോനല്ലയോ? എറണാകുളം അല്ലേ? അല്ല ആണെങ്കിൽ ആണ് ഇപ്പം എന്നെ നമ്മുടെ കുമ്പനാട് ബിജു അല്ലേ? ഓ അല്ലേ? എന്നാലും ആട്ടെ, കുഴപ്പമില്ല. അത് തന്നെ ഞാനും ചോദിച്ചത്. നമ്മുടെ തകിലുമായിട്ട് വന്നുവാൻ അത് തന്നെ. മറ്റേ തമ്പാറടിച്ചൊരു പെങ്കൊച്ചു ഉണ്ടായിരുന്നു. ചാമ്പതാല് അത് തന്നെ. എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷത്തെ തകർക്കാനായ രംഗത്ത് വന്ന പക്ഷെ സുവിശേഷം ഇന്നും അതിൻ്റെ ജയഭേരി മുഴക്കി മുന്നോട്ട് പോവുക. ഈ സുവിശേഷം വന്നതുകൊണ്ടാ മാന്യമായിട്ടും യോഗ്യമായിട്ടും ജീവിപ്പാനിടയായത്. ഇതൊക്കെ എല്ലാവരും പറയുന്നതാ, നിങ്ങൾക്ക് പറയാം. എങ്കിലും സുവിശേഷ യോഗമായതുകൊണ്ട് ഇത് പറഞ്ഞു നോക്കൂ. ദൈവത്തിന് മഹത്വം. നേരും ചൊവ്വനും തുണി കൊടുത്ത് വീറും വൃത്തിയായിട്ട് ഈ പെരുവഴി കൂടെ നടക്കാൻ ഇടയാക്കുന്നത് സുവിശേഷം വന്നതുകൊണ്ട്. അന്തസ്സായിട്ട് മാന്യമായിട്ട് ജീവിക്കാൻ പഠിച്ചതും പഠിപ്പിച്ചതും ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും സുവിശേഷമാണ്. പട്ടിക്കും പന്നിക്കും എല്ലാം
റോഡിൽ കൊണ്ട് നടക്കാൻ മനുഷ്യന് നടക്കാൻ മേലായിരുന്നു. അടിയുടെ പെരുന്നാളായിരുന്നു. പക്ഷെ അതിന് മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ട്. അമ്മമാർക്ക് മാറുമറയ്ക്കാൻ പറ്റാത്ത കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, സ്തോത്രം, പണ്ട്. ഇപ്പൊ പിന്നെ ചിലർക്ക് ആ കാലം മരണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു നടക്കുന്ന ആൾക്കാരും ഉണ്ട്. യോഗത്തിനൊക്കെ ചിലർ പോകുകയും കല്യാണത്തിനൊക്കെ ഒരുങ്ങി വരുന്ന കണ്ട അവർ പറയാ അന്ന് നമുക്ക് പഴയ കാലം തന്നെ. ഞാൻ തമാശ പറഞ്ഞതല്ല, നോക്കിയിരിക്കുന്നത്. കല്യാണത്തിന് ബന്ധുക്കോസുകാരെ ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ നമ്മൾ അവർ ചിന്തിക്കുന്ന 100 കൊല്ലം മുമ്പുള്ള കാലം എന്തിനീ ബോധം ഉണ്ടാകാനാണ്. അപ്പൊ പണ്ട് കാലത്ത് അമ്മമാർക്ക് മാറുമറയ്ക്കാൻ അനുവദിക്കത്തില്ലായിരുന്നു. നേരും ചൊവ്വനും യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കാൻ ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. പള്ളിക്കൂടത്തിൽ കയറ്റുകയിലായിരുന്നു. വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. സംസ്കൃതം മിണ്ടിപ്പോകരുതെന്ന അതാര് ഒക്കെ അവർ പറഞ്ഞോളും. അതാരാ? അത് പറയാൻ അറിയാവുന്നവരവരാ. അവരത് ചൊല്ലും. എന്നാൽ ഞങ്ങൾ കേട്ടോട്ടെ. ഏരിയയായി കണ്ടേക്കരുത്. കേട്ടാൽ നിന്റെ ചെവിക്കകത്ത് ഈ ഒരു ഉരുക്കി ഒഴിക്കും. എങ്ങാനും സംസ്കൃതം പറഞ്ഞാൽ ഒക്കെ അവർ പറയും. ഋഷികേശം കൂടാകേശേന ഭാരത അതിഭൂതം കിം പ്രോക്ത അതിദൈവ്യം കിമുച്ചതേ ഒക്കെ അവർ പറഞ്ഞോളൂ. ഒരു സംസ്കൃതം ഇരിക്കട്ടെ, ഏതായാലും നമ്മുടെ യോഗം തിരികല്ലേ. പിന്നെ അതൊക്കെ അവര് പറഞ്ഞോളും. ഏവമുക്തം ഋഷികേശം ഗൂഢാകേശേന ഭാരത അതിഭൂതം കിം പ്രോക്ത അതിദൈവം കിമുച്ചതേ. അത് ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകഭാഗമാണ്. അപ്പൊ ഇത് എല്ലാവർക്കും പറയാൻ ഒക്കത്തില്ല. അധസ്ഥിതനാകുന്ന അധകൃതനാകുന്ന താഴേക്കിടകിൽപ്പെട്ട വ്യക്തി അത് പറഞ്ഞാൽ, ഉച്ചരിച്ചാൽ, പാത്തങ്ങാൻ നിന്ന് കേട്ടാൽ നിന്റെ ചെവിക്കൊക്കെ തീയ ഒരു കൊഴിക്കും, നിന്റെ നാവ് പിടിതെടുക്കും. അതിനൊക്കെ ചട്ടം കെട്ടി ആൾക്കാരെ നിർത്തിയിരിക്കുക. അതുകൊണ്ട് ആ അകലെ വിട്ട് നിർത്തി. ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ട്. അതിനിങ്ങനൊന്നും അല്ല ഹല്ലേലൂയ പറയണ്ട. പിന്നെ ഇത്രയേലും ഒപ്പിച്ചല്ലോ ഈ രാത്രി, വലിയ കാര്യം ഇത്രയേലും ഒപ്പിച്ചല്ലോ. ഞാൻ അതും പ്രതീക്ഷിച്ചതല്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിന് സുവിശേഷം വന്നതുകൊണ്ടാണ് മാറ്റം വരുത്തിയത്. ദൈവത്തിന് മഹത്വം. സാധാരണക്കാർക്ക് ആഭരണം ഒന്നും ധരിക്കാൻ അനുവദനീയമല്ല. അഥവാ ആർക്കെങ്കിലും ആഭരണം ധരിക്കുവാൻ താല്പര്യം, പൊടിപ്പിളാൻ വന്നാൽ കല്ലുകൊണ്ട് മാല ഉണ്ടാക്കണം. കല്ലുമാല. അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നു. ആട്ടെ, ഞാൻ ആ ഭാഗമൊന്നും അധികം പറയുന്നില്ല. നിങ്ങൾക്ക് ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. ആശുപത്രിയിൽ ചെന്നാൽ കയറ്റുകയല്ല. ആശുപത്രി നേരിട്ട് കയറി ഡോക്ടറെ കാണുകയും അടുത്തിരിക്കുകയും വർത്താനം പറയുകയും കുടൽ വെച്ച് നോക്കുകയും സ്തോത്രം ലോക്യം ചോദിക്കുകയൊക്കെ ചെയ്യും. പണ്ട് എല്ലാവർക്കും ഒന്നും ഡോക്ടറുടെ ഒക്കെ ചെല്ലാൻ ഒക്കത്തില്ല. ദൂരെ മാറി നിന്നോണം. മെയിൻ ആൾക്കാർക്കെല്ലാം അവർ മരുന്ന് കൊടുത്ത് കാര്യമൊക്കെ പറഞ്ഞേച്ച് പിന്നെ ബാക്കിയുള്ളതിനെല്ലാം കൂടെ വലിയ, എൻ്റെ ഭാഷ പറഞ്ഞ അണ്ടാവിനകത്ത് കലക്കി വെച്ചിരിക്കുക. അതെല്ലാം കുപ്പി കണക്കിന് 10 കുടം കൊള്ളുന്ന പഴയ മണ്ണെണ്ണ കുപ്പി. അത് തള്ളമാരെല്ലാം കാരവും സോപ്പ് ഇട്ട് കഴുകി കുലുക്കിയേച്ചാ ആ കുപ്പിയും കക്ഷത്തിൽ വെച്ചോണ്ടാ പോകുന്നത്. അങ്ങ് കയറി ചെല്ലാനൊക്കത്തില്ല. പിന്നെ എല്ലാവർക്കും ഓരോ കുപ്പി. പിന്നെ അവിടെ മുതൽ തള്ളമാര് കൂടി ചൂപ്പാട് വന്ന് പോവുക. ചിലതൊക്കെ രക്ഷപ്പെടും. അപ്പൊ അന്ന് അങ്ങനെ അടുത്ത് ചെല്ലാനൊക്കത്തില്ല. തൊട്ടുകൂടായ്മയുള്ളതാ. ഇവർക്ക് വേണ്ടി ഗവൺമെന്റ് മരുന്നൊക്കെ നല്ലത് കൊടുക്കും. പക്ഷെ ഇവർക്ക് കൊടുക്കുകയല്ല. അവരത് വേറെ വിറ്റ് കാശാക്കുക. അങ്ങനെ നമ്മുടെ ചിങ്ങവനത്തെ മൺമറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് അമ്പിച്ചാരൊന്നും പാടിയിട്ടില്ലെന്ന് മിണ്ടായി. ഇങ്ങനെന്ന് പറഞ്ഞാണ് അമ്പിച്ചാനാണോ? സുശീലൻ ഭാഗവതര്. പിന്നെ അപ്പം സുശീലൻ ഭാഗവതര് ഇതെല്ലാം കണ്ടൊരു വരി എഴുതി. ഈ വേണ്ടാതീനമെല്ലാം കണ്ട് എന്ന് പറഞ്ഞ പാവത്തുങ്ങൾക്ക് കൊണ്ടുവന്ന മരുന്ന അതുങ്ങൾക്ക് അത് കൊടുക്കുന്നില്ല. അത് അവര് മറസൈഡിൽ കൂടെ വിറ്റ് കാശാക്കുക. അപ്പൊ അത് കണ്ടുവച്ച് പുള്ളി എഴുതി. പാടാൻ വയ്യ, എന്നാലും 2 വരി. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ജില്ലയിലെ കാജമാർകൾ എടുത്തിടുന്നു. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ജില്ലയിലെ കാജമാർകൾ എടുത്തിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. ഒട്ടുകുപ്പായ
പ്രായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു സർക്കാർ ആശുപത്രികൾ. ഈ വിധമായാൽ സാധുജനങ്ങൾ എന്തു ഗതിവറും ആകുലം തീർപ്പാൻ എന്തു വഴി? പിന്നെ അങ്ങനെ എഴുതിയ വേറൊരു വരിയുണ്ട്. അത് പാടിയാൽ പിന്നെ അത് ആ വരി എല്ലാം കൂടെ പാടിയാൽ പിന്നെ അലോഗ്യം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് പാടുന്നില്ല. ആ ഭാഗം വിടുക. അപ്പൊ ശ്രദ്ധിക്കുക, ആശുപത്രികളിൽ ചെല്ലാനൊക്കത്തില്ല, റോഡിൽ കൂടെ നടക്കാനൊക്കത്തില്ല, പള്ളിക്കൂടത്തിൽ കയറാനൊക്കത്തില്ല, ഒരു പന്തിക്ക് ഇരിക്കാനൊക്കത്തില്ല. കല്യാണത്തിന് ഒന്നാണ് വിളിക്കുകയല്ല. ഇനി അബദ്ധത്തിൽ വല്ലതും ഇപ്പോഴും ഉണ്ടല്ലോ. ആർക്കും ഒന്നും അറിയാം. എല്ലാവരും മേളിൽ നിന്ന് പൊട്ടി വീണതാ. ഈ യോഗത്തിന് മേളിൽ നിന്ന് ഇല്ല റബറങ്ക പൊട്ടിയും പോലെ പൊട്ടി ഒക്കെ ഇന്നും ഉണ്ട്. ഇല്ല തള്ള പിന്നെ പച്ചയ്ക്ക് അങ്ങ് വിളിച്ച് പറഞ്ഞു. ഏത് തള്ളയാ? സ്തോത്രം. അപ്പൊ എല്ലാ കാലത്തും ഈ ശക്തിയുണ്ട്. അപ്പൊ അന്ന് എല്ലാവരുടെയും കാര്യം അല്ല ഈ പറയുന്നത്. ഒരു പന്തിക്കിരിക്കുകയല്ല. അതുകൊണ്ടല്ലയോ മിശ്രഭോജനം നടത്തിയത്. ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. മിശ്രഭോജനം പണ്ടിരി കറുപ്പന്റെയൊക്കെ കാലത്ത് അവരെല്ലാം കൂടെ ചേർന്ന്, സ്തോത്രം, ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ എന്നേക്കാൾ നന്നായിട്ട്. ഒന്നിച്ചൊരു പന്തിക്കിരുന്ന് ഭക്ഷണം കഴിക്കുകയല്ല. തൊട്ടുകൂടായ്മ. തൊട്ട ഉടനെ പോയി കുളിക്കുക. അല്ല ആട്ടെ, അങ്ങനെയല്ലോ നീ കുളിക്കുന്നുണ്ടല്ലോ, അത് വലിയ കാര്യം. തൊട്ടാച്ചാന്നേലും പിന്നെ അങ്ങനെയല്ലോ ഒന്ന് കുളിക്കട്ടെ. അപ്പൊ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മാത്രമല്ല എന്തെല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അടിമച്ചന്തകൾ, അടിമകളെ കൊണ്ട് വില പറയുക, അടിമകളായിട്ട് അവരെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. എതിർക്കുന്നവരെ അന്നേരം വെട്ടിക്കൊല്ലുക. മല്ലപ്പള്ളിക്കടുത്തുണ്ട് വെട്ടുകണ്ടം. നിങ്ങളവിടെ പോയി തിരക്കാറിയാം. വെട്ടുകണ്ടം എതിർത്ത ഉടനെ വെട്ടിക്കൊല്ലുക. ആര് ചോദിക്കാന്? അതെ, ഇതിനെല്ലാം മാറ്റം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ട്. ദൈവത്തിന് മഹത്വം. ഇതിനെല്ലാം വ്യതിയാനം വരുത്തിയത് സുവിശേഷം വന്നതുകൊണ്ടാണ്. ഒരു കാര്യം പറയാം, സുവിശേഷത്തെ കൊണ്ട് മാത്രമേ ഇതിന് മാറ്റം വരുത്താനൊക്കൂ. പോലീസിന്റെ ലാത്തിക്കോ തത്വസംഹിതകൾക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ കുറുവടിക്കോ നാടൻ ബോംബിനോ ലാത്തിക്കോ തോക്കിനോ ഒന്നും ഇതിന് മാറ്റം വരുത്താൻ ഒക്കത്തില്ല. അതൊക്കെ എടുത്താൽ പിന്നെ വാശിയും വൈരാഗ്യം കൂടുക. നീ 10 ബോംബ് ഉണ്ടാക്കുമ്പോൾ അവൻ അപ്പുറം പോയി 50 ബോംബ് ഉണ്ടാക്കും. നീ കുറുവടി എടുത്താൽ അവൻ കല്ലമുളയായിട്ട് നാളെ കയറി വരും. നീ തോക്കെടുത്താൽ അവനെ ഇങ്ങനെ ഞെക്കുമ്പോൾ നിന്റെ പപ്പടം പൊടിയും പോലെ പൊടിയുന്ന സാധനം അവനവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുക. സ്തോത്രം. എന്നാലാ നീ മുളവടിയായിട്ട് ഇതിലെല്ലാം നടക്കുന്നത് കറക്ക്. അവനപ്പുറം ഇരുന്ന് വെക്കുമ്പോൾ നിന്റെ ആകാല ഇടപാടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന കാലമാണ്. അപ്പൊ ഈ കാലയളവിൽ മനുഷ്യന് മാറ്റം വരുവാൻ, ജീവിതത്തിന് മാറ്റം വരുവാൻ, ദേശത്തിന്റെ മുഖഛായ മാറുവാൻ, കുടുംബത്തിന്റെ അരാജകത്വം മാറുവാൻ, വ്യക്തികളുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ അവൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ, സുവിശേഷം. ആ സുവിശേഷം ഈ ദിവസങ്ങളിൽ ഇവിടെ ഉയർത്തപ്പെട്ടതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എവിടെയും പറയുവാൻ, എവിടെയും ഉയർത്തുവാൻ, എവിടെയും അറിയിപ്പാൻ, ആരോടും പറയുവാൻ, എവിടെയും പറയുവാൻ, ഏത് സമയത്തും പറയുവാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ, അത് സുവിശേഷമാ. ആ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സുവിശേഷത്തെ ആര് വിശ്വസിക്കും അവർക്ക് രക്ഷയാ. ഈ സുവിശേഷത്തെ ആര് ഏറ്റെടുക്കും അവർക്ക് വിടുതലാ. ഈ സുവിശേഷത്തിന് ആര് ചുമല് കൊടുക്കും അവരെയും അവരുടെ സന്തതിയെയും മറക്കത്തില്ല. അങ്ങനെയായ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് 6-ാം അധ്യായത്തിന്റെ 9 മുതൽ ആ താഴോട്ട് പഠിച്ചു വരുമ്പോൾ പൗലോസ് പറയുന്ന പദങ്ങളുണ്ട്, നമുക്കെല്ലാം മനപാഠമാ. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും വായിച്ച് 6-ാം അധ്യായത്തിന്റെ 9 മുതൽ ഒന്ന് വായിച്ച് സഹായിക്കണം. ദൈവത്തിന് മഹത്വം. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നെന്നും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാൽ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ ജോൺസൺ അവരെ ഓർപ്പിച്ചു ഷേണായി പാസ്റ്റേ പറ്റി. ഇപ്പൊ എത്ര 200-ാമത്തെയോ
230. മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അദ്ദേഹത്തിന്റെ കൂടെ ആത്മാർത്ഥമായി വേല ചെയ്യുന്നവരെ മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഈ ശുശ്രൂഷയ്ക്ക് ചുമല കൊടുക്കുന്നവരെ മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അത് ദൈവം നിനക്ക് തക്ക സമയത്ത് പ്രതിഫലം തരും. അങ്ങനെ ആ പുസ്തകത്തെ വാക്യം തക്ക സമയത്ത് നാം കൊയ്യും. ഇപ്പം മെതയ്ക്കുക, തക്ക സമയം വരുമ്പോൾ കൊയ്യും. ദൈവം നിങ്ങളുടെ പ്രവർത്തികളെ ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ. ഏതായാലും ഈ സുവിശേഷം ഇവിടെ ഒന്നുകൂടെ ഉയർത്തുവാൻ, അറിയിപ്പാൻ, അത് കേൾക്കുവാൻ, പറയുവാൻ ഇടയാക്കുന്ന മുഖാന്തരങ്ങൾക്കായി ദൈവത്തിന്റെ മഹത്വം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ മഹത്വം. ആട്ടെ, സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് അധികം വിസ്തരിച്ചു പോകുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. അങ്ങനത്തെ ഒടുവിലത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇടയ്ക്കത്തെ കാര്യമെല്ലാം അങ്ങ് വിടുക. ആ സുവിശേഷ പുസ്തകങ്ങളിൽ ആദ്യത്തെ 4 പുസ്തകം, പിന്നെ അപ്പോസ്തല പ്രവൃത്തി, പിന്നെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളാലും പ്രവർത്തികളാലും ഉടലെടുത്ത സഭയെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കി സജ്ജരാക്കി തീർക്കുവാൻ ആത്മനിയോഗത്തോടെ എഴുതിയ ഈടുറ്റ ലേഖനം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങൾ. ഒടുവിലാണ് വെളിപ്പാട് പുസ്തകം. എല്ലാം കൂടെ 66 പുസ്തകം. ഏതാണ്ട് 10-40 എഴുത്തുകാർ 1600 കൊല്ലമെടുത്ത് പലയിടങ്ങളിൽ, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ, ഏതാണ്ട് 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് ആരും തമ്മിൽ അന്യോന്യം കാണാതെ, ആശയ വിനിമയം നടത്താതെ, ആരും ചേർന്ന് ചർച്ച ചെയ്തെഴുതാതെ ആത്മനിയോഗത്തോടെ 1600 വർഷം കൊണ്ട് 10-40 എഴുത്തുകാർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലിരുന്ന് എഴുതിയ പുസ്തകമാണ് ഈ വേറെ പുസ്തകം. ഇതിൽ ധനവാന്മാരുണ്ട്, ദരിദ്രന്മാരുണ്ട്, പണ്ഡിതനുണ്ട്, പാമരനുണ്ട്, മീൻ പിടിക്കാൻ പോയ ആളുണ്ട്, ഡോക്ടറുണ്ട്, സൈന്യാധിപനുണ്ട്, രാജാവുണ്ട്, സംഗീത പുങ്കവന്മാരുണ്ട്. ഇവരെല്ലാം ചേർന്ന് പല ഇടങ്ങളിൽ എഴുതി. പക്ഷേ ഈ പുസ്തകത്തിന്റെ വിശേഷത എന്നാന്നറിയാമോ? ഇത് 1600 കൊണ്ടെങ്കിലും എഴുതി തീർത്തു. ഇന്ന് വരെ ഇതിനകത്ത് തിരുത്തേണ്ട ഒരു കാര്യവും വന്നിട്ടില്ല. ഒരു കാര്യം അയ്യോ ഉൽപ്പത്തിയിൽ എഴുതിയത് തെറ്റിപ്പോയി, നമുക്കെന്നാ വെട്ടിയേച്ചേ അടുത്ത ഒരു ഉൽപ്പത്തി എഴുതാന്ന് ഗതികേട് ഈ പുസ്തകത്ത് വന്നിട്ടില്ല. പല പുസ്തകത്തിനും ഗതികേടാ. അമ്മ അത് ഏറ്റെടുത്ത്, ഒരാളെങ്കിലും ഏറ്റല്ലോ. ദൈവത്തിന്റെ മഹത്വം. നിങ്ങളാരും അതൊന്നും ഏറ്റില്ലല്ലോ. സ്തോത്രം. ഈ പുസ്തകത്തിന് അങ്ങനത്തെ ഗതികേടൊന്നും വന്നിട്ടില്ല. ഉൽപ്പത്തി തുടങ്ങുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ഇന്നും എന്നും എന്നും അങ്ങനെ തന്നെ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് ഞങ്ങൾ എഴുതിപ്പോയി. തന്നെയല്ല ദൈവം അല്ല കുഞ്ഞോമാച്ചനും കൂടെ ഉണ്ടായിരുന്നെന്ന് പറയേണ്ട ഗതികേട് വന്നില്ല. തെക്കേലെ തങ്കച്ചനും കൂടെ ചേർന്നായത്. അങ്ങനെ ഈ പുസ്തകത്തിന് ഗതികേട് വന്നിട്ടില്ലെന്ന് സ്കൂളിൽ നമ്മൾ പണ്ട് പഠിച്ചു. ഇല്ല, ഗോഡാലി എടുത്തെറിഞ്ഞപ്പം കേരളം നമ്മൾ പഠിച്ചതല്ലേ? തള്ളെ തെളിച്ചൊന്നും പറയേണ്ട, തല്ല് മേടിക്കും അവിടെ ഉണ്ടായത്. അപ്പൊ അന്ന് പഠിച്ചതാ. കന്യാകുമാരി ചിതിയാതിയായി കോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യമമ്പാജിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. പാരം കരിമ്പ് പനസം മുളകേലം ഇഞ്ചി കേരം കവുങ്ങ് തളർവെറ്റിലയേത്തവാഴ ഈ രമ്യ വസ്തുതക ചേർന്ന് വിളങ്ങും ഈ നൽപാരാഗ്ര കൽപ്പതരു മണ്ഡിത നന്ദനാഭം വിന്ധ്യം യമികരിശം എന്നറിവ് ആർന്നൊടുക്കും. പണ്ട് പഠിച്ചതാ. അപ്പൊ ഇത് കോടാലിയും വെട്ടുകത്തിയും ആക്കത്തിയും കൂന്താലിക്കും പാരയ്ക്കും എറിഞ്ഞൊന്നും ഉണ്ടായതല്ല. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെതാ. ഇത് സർവജ്ഞനായ ദൈവം സൃഷ്ടിച്ചതാ. ഉണ്ടാകട്ടെ എന്ന ആ വാക്കിൽ സകലതും ഉളവായി. സ്തോത്രം. ഒന്നുണ്ടാൻ വാക്ക് മൂലമെന്ന് വനവിരവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശസഭ ഭിന്നവൻ മുഖമതന്നു കാലാന്തരൻ പൂജരകേജന പക്ഷികളൊക്കെയുമായി തന്നെയും അല്ലാത്തോയ ജനങ്ങളും അപ്പൊഴുതയുടനായി നേരെ മറിച്ച് നായകനേകിയൊരല്ലകൾ നിലയായി തന്നെയും അല്ല വനങ്ങളുടെ പ്രകൃതനും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ട ദിനമാറി തുടക്കത്തിൽ തൃണങ്ങൾ പല മൃഗാധികരണങ്ങൾ വിത്തുണ്ടാകും മറ്റീനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിച്ചാൻ അവനെന്ന്
മൃഗങ്ങൾ പല മൃഗാതി വീണങ്ങൾ വിത്തുണ്ടാകും മറ്റീനങ്ങൾ ഭൂമിയിൽ വിളങ്ങിച്ചാൻ അവനെന്ന്. വനങ്ങളെ എന്തും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായി ദിനമാറി കൂടത്തിൽ. വനങ്ങളെ എന്തും മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ട് ദിനമാറി കൂടത്തിൽ. ആറാം ദിനത്തിൽ ആത്മഭാവം പ്രമാണമാക്കി നേരായി ചമച്ചതിന്റെ രൂപം. അതിന്റെ ശേഷം നാരികെ ഉരുവാക്കി ദൈവം പരമവർക്ക് പൂജിത ഭാഗ്യ വിചിത്രമതാമൊരു തോട്ടം ചമച്ച നിങ്ങൾ പൂജിത ദുഃഖമിരുത്തിയവർക്കൊരു വാട്ടം പരവിധം ദിവ്യോർജിതമൊന്നു കൊടുത്തിത് കൽപ്പ ശ്രേഷ്ഠം. കനി പുജിപ്പാനോ ഹരിതം അറിവിൻ പരമായ ചിത്തം മാറുത്തും കൊന്നാൻ ഒരു നീക്കമില്ലെന്ന് കരുതണം നിങ്ങളെന്ന് പരമൻ ചൊന്നവർ. വരുമ മരണമെന്നാൽ ഒരു നീക്കമില്ലെന്ന് കരുതണം നിങ്ങളെന്ന് പരമൻ ചൊന്നവരോട്. ഒന്നുടൻ വാഗമൂലമെന്ന് വനവിരവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ. അപ്പൊ ശ്രദ്ധിക്കുക, ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലതും ഉളവാക്കിയ ദൈവം ഇന്ന് വരെ അത് തിരുത്തേണ്ടി വന്നിട്ടില്ല. ഏതാ ആദിയിൽ ദൈവവും ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് ഇന്നും അങ്ങനെ അന്നും അങ്ങനെ 1600 കൊല്ലമായിട്ട് ഇത് എഴുതി വെച്ചിരിക്കുക. ഇന്ന് വരെ മാറ്റേണ്ട ഗതികേട് ഈ പുസ്തകത്തിന് വന്നിട്ടില്ല. അതായി പുസ്തകത്തിന്റെ വിശേഷത. തന്നെയല്ല, ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയത്തിൽ ഒന്ന് രക്ഷയാ, മനുഷ്യവർഗത്തിന്റെ രക്ഷ. ആ രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രം. അതിന് ഇന്ന് വരെ തിരുത്തേണ്ടി വന്നിട്ടില്ല. തലേ മാസം പറഞ്ഞത് പിറ്റേ മാസം തിരുത്തുകയും തലേ വർഷം പറഞ്ഞത് പിറ്റേ വർഷം തിരുത്തുകയും ആദ്യം വന്ന പുള്ളി പറഞ്ഞത് വെട്ടിക്കേച്ച് അടുത്ത് പിന്നെ കയറി വന്ന പുള്ളി പറഞ്ഞത് ഇതാ ശരി. അങ്ങനൊന്നും ഗതികേട് വന്നിട്ടില്ല. അന്ന് പറഞ്ഞ പുള്ളിയും പിന്നീട് പറഞ്ഞ പുള്ളിക്കാരും ഇന്ന് പറയുന്ന ഞാനും ഇനി അടുത്ത ദിവസം പറയുന്ന ആളല്ല ഇത് തന്നെ പറയാൻ പോകുന്നത്. യേശു ക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നസറയനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഇന്ന് വരെ അതിന് മാറ്റം വരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത. മാത്രമല്ല, ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്ന് ഏകദൈവമാണ്. ഏകദൈവം. ദൈവം ഒരുവനേ ഉള്ളൂ. ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവനാ. ദൈവം ഏകനെന്ന് പിശാചുക്കൾ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന. അത് അന്ന് പറഞ്ഞതാ, ഇന്നും അങ്ങനെ തന്നെ. ഒറ്റ ഒരു ദൈവം. അതാ ഇന്നും അന്നും എന്നും പറയുന്നത്. ഇതിന് മാറ്റം അല്ല. അയ്യോ പുള്ളി തന്നെയല്ല, വേറെയും കുറെ പുള്ളി ഉണ്ടെന്ന് പറയേണ്ട ഗതികേട് വന്നിട്ടില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ ദൈവം, ആ ദൈവം തന്നെ ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നലെ ഇന്നും എന്നും അനന്യം തന്നെ. അതാ ഈ പുസ്തകത്തിന്റെ വിശേഷത. അപ്പോൾ ഇങ്ങനെയുള്ള മഹനീയമായ ശ്രേഷ്ഠകരമായ പുസ്തകം ഇത് എടുക്കുവാനും ഇത് വായിക്കുവാനും ധ്യാനിക്കുവാനും കേൾക്കുവാനും ഇടയാകുക തന്നെ വലിയ മഹാഭാഗ്യമാണ്. അപ്പോൾ ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം. നിങ്ങൾക്കറിയാം, വെളിപ്പാട് പുസ്തകം മറനീക്കി കാണിച്ചു കൊടുത്ത പുസ്തകമാണ്. ഏതാണ്ട് നിങ്ങൾക്കറിയാമല്ലോ 22 അധ്യായങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഓരോ അധ്യായത്തിലും പ്രധാനപ്പെട്ട ഓരോ വിഷയങ്ങളായിട്ട് നാം തരംതിരിച്ച് പഠിക്കാറുണ്ട്. ഓരോ വിഷയങ്ങളല്ല, അനേക വിഷയങ്ങളുണ്ടെങ്കിലും വേഗത്തിൽ പഠിപ്പാൻ നമുക്കറിയാം. 1-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകം തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ പറ്റിയ 2-3 അധ്യായത്തിൽ 7 സഭകൾക്കുള്ള ദൂത് നാം പഠിക്കുന്നു. 4-ാം അധ്യായം തർക്കമായെങ്കിലും സഭ സ്വർഗത്തിൽ എന്നാണ് പഠിക്കുന്നതും. അത് തർക്ക വിഷയം അവിടെ നിൽക്കട്ടെ. 5-ാം അധ്യായത്തിൽ വീണ്ടെടുപ്പിന്റെ ഗാനത്തെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ്. അതെന്താ? ഈ ഭൂമിക്കൊരു വീണ്ടെടുപ്പുണ്ട്. അതന്നെ, ഈ ഭൂമി ഇപ്പൊ ശപിക്കപ്പെട്ട ഭൂമിയാ. അപ്പൊ പിന്നെ ശാപം അടിക്കുന്ന ആൾക്കാർ അതൊന്നും ഇതിന്റെ ഒന്നും അടിച്ചിട്ടില്ല. അവർ ചുമ്മാ തങ്കയുടെയും ചിന്നയുടെയും മേരിയുടെ അവരെ തുള്ളി അടിച്ചെന്നും പറഞ്ഞ് തള്ള തുള്ളി പോകുന്നല്ലാതെ മിണ്ടാതിരുന്ന മേരി ആണ്ട പൊത്തോന്ന് വീണ് കിടക്കുന്നു. അഴിഞ്ഞെന്ന്. എന്തോ അഴിഞ്ഞു. പിറ്റേ യോഗത്തിന് മേരി വന്ന് നിൽക്കി അഴിക്കാൻ. അതിനെ പറഞ്ഞ് ഇത് അഴിക്കുന്ന ആള് വേറെയാന്ന് പറഞ്ഞു. ആ പുള്ളി വേറെ അഴിക്ക്. ഈ പുള്ളി മുഴുവൻ അഴിക്കുക. ഭൂമിയുടെ ശാപം ഇതുവരെ അടിച്ചിട്ടില്ലാരും.
യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 19 മനപ്പാഠമായ വാക്യമാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും എന്തുവാ? സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. അപ്പോൾ ഈ കാണുന്ന അതലം വിതലം നിതലം സുതലം ഈരായിട്ട് 14 ലോകമുണ്ടെന്ന പുരാണങ്ങളൊക്കെ പറയുന്നത് ആയിക്കോട്ടെ, ഞാൻ എതിർക്കുന്നില്ല. 14 24 ആയിക്കോട്ടെ, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ശാപവാക്കുകൾ അവിടുന്ന് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ആദമേ, നിന്റെ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുക. ഈ ഭൂമിയുടെ ശാപം ഇതുവരെ മാറ്റിയിട്ടില്ല. ശപിക്കപ്പെട്ട ഭൂമി ആയതുകൊണ്ട് എന്തങ്ങോട്ട് ഇട്ടുകൊടുത്താലും 100 മേനി വിളവ് കിട്ടുന്നില്ലല്ലോ. ഉണ്ടോ? നല്ല വൃത്തിയായിട്ടാ ചേമ്പ് നട്ടത്, ചേനയും നട്ടത്, കാച്ചിലും ആഞ്ഞിലും മൂടൻ വേണ്ട വിധത്തിൽ കിട്ടിയോ? ഇത്രയോ നീളം, അത് പറിച്ചെടുത്തപ്പോൾ കുറെ താഴെയും പോയി, കിട്ടുകയല്ല. കാരണം ഇത് ശപിക്കപ്പെട്ട ഭൂമിയാണ്. ഈ ശപിക്കപ്പെട്ട ഭൂമിയുടെ ശാപം മാറ്റുന്നൊരു സുദിനമുണ്ട്. അതാണ് ഭൂമിയുടെ വീണ്ടെടുപ്പ്. അതിന്റെ ആധാര വിഷയങ്ങളാണല്ലോ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ പഠിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്ന പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളതെല്ലാം കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാം പഠിച്ചിരിക്കുക. അതുകൊണ്ടാണല്ലോ അനങ്ങാതിരിക്കുന്നത്. പിന്നെ എല്ലാം പഠിച്ചിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇനിയും ഇങ്ങനെ കല്യാണത്തിന് പറമ്പിൽ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ യോഗം തീരുന്നത് വരെ അങ്ങനെ തന്നെ പോകാം. അപ്പൊ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ 5-ാം അധ്യായം ഭൂമിയുടെ വീണ്ടെടുപ്പാ. ഈ ശപിക്കപ്പെട്ട ഭൂമി, ഈ ഭൂമിയുടെ ശാപം കർത്താവ് അടിച്ചു മാറ്റും. ഈ ഭൂമിയെ വീണ്ടെടുക്കും. പ്രധാനമായി വീണ്ടെടുപ്പ് 4. 1 ആത്മാവിന്റെ വീണ്ടെടുപ്പ്, 2 ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ്, 3 ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. ഞാൻ ഓർഡർ തെറ്റിച്ചാ പറയുന്നത്, വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. 4 ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്. അപ്പോൾ ആത്മാവിന്റെ വീണ്ടെടുപ്പ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ്, ഭൂമിയുടെ വീണ്ടെടുപ്പ്. ഇതാണ് പ്രധാനമായ വീണ്ടെടുപ്പുകൾ. അത് ആത്മാവിന്റെ വീണ്ടെടുപ്പ്. ഒരു വ്യക്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവന്റെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് ഉറപ്പായി. അവൻ റോമാലേഖനം പഠിപ്പിക്കുന്നത് ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും. അപ്പോൾ ആത്മരക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാ. കർമ്മമാർഗം കൊണ്ടും പുണ്യപ്രവൃത്തി കൊണ്ടും ദാനധർമ്മം കൊണ്ടും നേർച്ച കാഴ്ച കൊണ്ടും ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ തീർത്ഥയാത്ര കൊണ്ടോ തീർത്ഥാടനങ്ങൾ കൊണ്ടോ ആമൻ ഭൗതിക വസ്തുക്കൾ കാഴ്ചവെച്ചത് കൊണ്ടൊന്നും ആമൻ രക്ഷപ്പെടത്തില്ല, രക്ഷിക്കപ്പെടുകയില്ല. ആമൻ നന്മ ചെയ്യുന്നത് കൊണ്ടൊന്നും രക്ഷിക്കപ്പെടുകയില്ല. അത് നല്ല കാര്യമായി ചെയ്യണം. നന്മ ചെയ്യുന്നത് തളർന്നു പോകരുത്, മടുത്തു പോകരുത്. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ, ആമൻ രക്ഷപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരിലും രക്ഷയില്ല. അതാ ഇവിടെ ഓരോ ദിവസവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭൂമിക്ക് ഒരു വീണ്ടെടുപ്പുണ്ട്. ആ ഭൂമി ഇപ്പൊ ഞരങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. സർവ്വ സൃഷ്ടികളും സ്തോത്രം, സർവ്വ സൃഷ്ടികളും ഏകമായി ഏങ്ങിടും രോദനം കേൾക്കണേ. സർവ്വ സൃഷ്ടികളും ഏകമായി ഏങ്ങിടും രോദനം കേൾക്കണേ. രക്ഷകാനി വന്നിടാതെ ഇക്ഷിതിയിലെന്തു ശാന്തി ക്ഷിപ്രമായി എഴുന്നള്ളണം യേശുവേ. രക്ഷകാനി വന്നിടാതെ ഇക്ഷിതിയിലെന്തു ശുദ്ധരെ ചേർത്തിടേണേ. മൽപ്രിയനേ ഇത്തരയിൽ ശുദ്ധരെ ചേർത്തിടേണേ. അപ്പോൾ ഇപ്പോൾ ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഇതിന്റെ വിടുതൽ കിട്ടും, ഇതിനൊരു വീണ്ടെടുപ്പ്. ഇപ്പൊ ഇത് ശപിക്കപ്പെട്ട ഭൂമിയാ. ഈ ഭൂമിയുടെ ശാപം ഇതുവരെ മാറിയിട്ടില്ല. എന്നാൽ ഈ ഭൂമിയുടെ ശാപം മാറ്റുമ്പോൾ ഭൂമി അതിന്റെ പൂർണ്ണ വിളവ് നമുക്ക് തരും. അതിന്റെ ഒരു തെളിവ് ദൈവം ഉൽപ്പത്തി കൊടുത്തു. നിങ്ങൾക്കറിയാം, ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ചു. അടുത്തത് അവന് 100 മേനി വിളവ് കിട്ടി. അതിന് മുമ്പ് ആരും വിതച്ചിട്ടും കിട്ടിയില്ല, അതിന് ശേഷവും ആരും വിതച്ചിട്ട് കിട്ടിയില്ല. ഇസഹാക്ക് ആ ആണ്ടിൽ ഒരു വിത വിതച്ചു, 100 മേനി വിളവ് കിട്ടി. പിന്നെ ആർക്കും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതിനൊരു നിഴല. ഈ ഭൂമിയുടെ ശാപം മാറും, ഈ ഭൂമി പൂർണ്ണ വിളവ് തരും. അതിനൊരു നിഴല് ദൈവം കാണിച്ചു. യേശു വീണ്ടും വരും,
തിരുസഭയെ ചേർക്കും. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. അതിനുശേഷം സ്വർഗത്തിലേക്ക് പോവുകയും പ്രതിഫലവും ന്യായവതിയും പ്രതിഫലവും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. ഇവിടെ 1000 ആണ്ട് വാഴ്ച കൊണ്ട് സ്തോത്രം ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ് നടക്കും. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗത്തേക്ക് ഇപ്പൊ പോകുന്നില്ല. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്കറിയാം. അപ്പൊ ശ്രദ്ധിക്കുക, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം ഭൂമിയുടെ വീണ്ടെടുപ്പ്. 6-ാം അധ്യായത്തിൽ മുദ്ര പൊട്ടിക്കുന്നതായിട്ട് കാണുന്നു. 7 മുദ്രയിൽ 6 മുദ്ര 6-ാം അധ്യായത്തിൽ പൊട്ടിക്കുന്നു. 6-ാം അധ്യായത്തിൽ മുദ്ര പൊട്ടിക്കുമ്പോൾ 6-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നാശ ഘോടാലിയ 6:12 മുതൽ വായിച്ചു. 6:12 മുതൽ അങ്ങനെയാണ് പൊട്ടിക്കുന്നത്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. പിന്നെ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. പിന്നെ ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. പിന്നെ അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പിന്നെ പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. പിന്നെ എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. കേട്ടിട്ടുള്ള കാര്യമാ, ആവർത്തിച്ച് കേട്ടിട്ടുള്ളതാ. നിങ്ങൾക്കറിയാം, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. എല്ലാ മലയും ഇളകി വന്ന. അപ്പം ഇങ്ങോട്ട് നോക്കിയ എല്ലാ മലയും ഇളകും. പരുമല ഇളകും. കല്ല് മേടിക്കരുത്. ഞാനല്ല, കല്ലുമല ഇളകും. പരുമല ഇളകും. കല്ലുമല അവിടെ നിന്ന് നീങ്ങും. കുരിശുമല ഇളകും. ആനമലയും ഇളകും. മലയാറ്റൂരെ നിങ്ങൾ ഉദ്ദേശിച്ചതല്ല. സകല മലകൾ വിളകും. ഒന്നുകൂടെ വായിച്ചോ. കേൾക്കാത്തവര് കേട്ടോ. പണ്ട് ആന്റണി സാറ് പറഞ്ഞ പോലെ ചെവി തുറന്ന് കേൾക്ക. ആകാശത്തിലെ നക്ഷത്രങ്ങൾ അല്ല, മലയുടെ കാര്യം വായിക്കാം. ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഉലകമോ വരും കാറ്റിനാൽ ഇളകിടും. ഭൂലോകമോ വരും കാറ്റിനാൽ ഇളകിടും. കായലും സമുദ്രങ്ങളും ഒന്നുപോൽ മുഴങ്ങുമേ. കായലും സമുദ്രങ്ങളും ഒന്നുപോൽ മുഴങ്ങുമേ. അപ്പോൾ തന്റെ ദൂരത്തായവർക്കു പ്രേമമേ, അപ്പോൾ തന്നെ പ്രേമമേ. ഭൂമി നെടുനീളയോടി ശ്വാസങ്ങൾ നേടുമേ. ഭൂമി നെടുനീളയോടി ആശ്വാസങ്ങൾ നേടുമേ. കുഞ്ഞാട്ടിന്റെ കോപദിവസം വരും നേരം. കുഞ്ഞാട്ടിന്റെ കോപദിവസം വരും നേരം. ഓടും ദുഷ്ടർ തേടിന്റെ കാണുകയില്ല നിശ്ചയം. ഓടും നിശ്ചയം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാ മലയും കുന്നുകളും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. പിന്നെ അടുത്തത് ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും ദാസനും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. പണ്ട് ഈ മലയിലൊക്കെ ചെന്ന് പറഞ്ഞു, എന്റെ മലേ, എന്റെ കുരിശുമലേ, എന്റെ പരിമലേ, എന്റെ കല്ലുമലേ, എന്നെ രക്ഷിക്കാൻ. ഇപ്പൊ നേരെ തിരിച്ചടിക്കുക, എന്റെ മലേ, എന്റെ നെഞ്ചത്ത് വീഴാൻ. പിടികിട്ടിയോ? സകല കല്ലുമലയും സകല പരിമലയും സകല ആനമലയും അവിടെ ചെന്ന് പറയും, ഞങ്ങളുടെ പുറത്തോട്ട് വീടാൻ.
ഞങ്ങളുടെ തലേ വീടാൻ. വായിച്ചോ അടുത്ത വാക്യം. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം കാണാതെ വണ്ണം കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം തങ്ങളെ മറപ്പീൻ. അടുത്തത് അവരുടെ മഹാകോപ ദിവസം വന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാൻ പോവുക. അതിന് മുൻപിൽ നീ ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ആമേൻ. ഘോരവും ഭയങ്കരവും ഭീകരമായ ഒരു ദിവസം വെളിപ്പെടാൻ പോകുക. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വെളിപ്പെടാൻ പോകുക. ഭീകരമായ ദിനങ്ങൾ വെളിപ്പെടാൻ പോകുക. അതിന്റെ നടുവിൽ പെട്ടുപോകാതിരിക്കാൻ, കുഴഞ്ഞു പോകാതിരിക്കാൻ ഇന്ന് രാത്രി നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവർക്ക് ആർക്കും ഈ അനുഭവത്തിൽ കാണുകയും വേണ്ട, പോകുകയും വേണ്ട, ഇടപെടുകയും വേണ്ട. അവരെ ദൈവം കൊണ്ട് ഒളിപ്പിക്കുന്ന ഒരു സുദിനമുണ്ട്. എന്നാ പറഞ്ഞേ? ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ പറയും. പറഞ്ഞു കൊടുത്ത് അയാൾ പോതക്കേട് പറയുക എന്ന് ഞോണ്ടിയേക്കാനാ. അതാ പറഞ്ഞു കൊടുത്ത് എനിക്കറിയാം. അപ്പൊ ശ്രദ്ധിക്കുക, കുഞ്ഞാടിന്റെ കോപദിവസം വരും. നീ അതിൽ പെട്ടുപോകാതിരിക്കാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അപ്പോൾ 6-ാം അധ്യായത്തിൽ 6 മുദ്ര പൊട്ടിക്കുന്നു. 7-ാം അധ്യായത്തിൽ 144,000 പേർക്ക് മുദ്ര കിടുന്നതായിട്ട് കാണുന്നു. 8-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ 7-ാം മുദ്ര പൊട്ടിക്കുന്നതായിട്ട് കാണുന്നു. 9-ാം അധ്യായത്തിൽ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ച ദൂതന്മാരെ അടിച്ചുവിടുന്നതായി കാണുന്നു. 10-ാം അധ്യായത്തിൽ ചെറുപുസ്തകം വാങ്ങി ഭക്ഷിക്കുന്നതായിട്ട് കാണുന്നു. 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കാണുന്നു. 12-ാം അധ്യായത്തിൽ സൂര്യധാരണിയായ ഒരു സ്ത്രീ. അതൊക്കെ വിവാദ അധ്യായമാണ്. പിന്നെ അറിയാമല്ലോ ഏതാന്ന്. സ്തോത്രം. പാടണോ? സൂര്യനെ അണിഞ്ഞവൾ പാദത്തിങ്കി ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ ആരിവൾ ആരിവൾ ആരിവൾ. ഇന്നഭിഷേകം ലഭിച്ച് സ്വർഗചിന്തയുള്ളവൾ ക്രിസ്തുവിൻ വരമിനെ ലക്ഷ്യമാക്കി നിൽപ്പവൾ. അഭിഷേകം ലഭിച്ച സ്വർഗചിന്തയുള്ളവൾ ക്രിസ്തുവിൻ വരമിനെ ലക്ഷ്യമാക്കി നിൽപ്പവൾ. വേദത്തിങ്കലുണ്ടിവൾക്ക് തുല്യയ ഒരുത്തിയും വേദത്തിങ്കലുണ്ടിവൾക്ക് തുല്യയായൊരുത്തിയും ക്രിസ്തുദേവൻ തന്നെ തന്റെ കാന്ത. ആരിവൾ ആരിവൾ ആരിവൾ. സൂര്യനെ അണിഞ്ഞവൾ പാദത്തിങ്കി ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ ആരിവൾ ആരിവൾ ആരിവൾ. അത് പാടാൻ നേരമില്ല, ഒരല്പം കുരുക്കൊണ്ട്. അപ്പം പുള്ളിക്ക് അത് മനസ്സിലായി. സ്തോത്രം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കൈവെക്കുന്നില്ല. എന്തായാലും കൊള്ളാം. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം സൂര്യധാരണിയായ ഒരു സ്ത്രീയെ. 13-ാം അധ്യായത്തിൽ നമുക്കറിയാം ഘോരവും ഭയങ്കരമായൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നു. 14-ാം അധ്യായവും വിവാദ അധ്യായമായി. എങ്കിലും ഒറ്റവാക്കി പറഞ്ഞാൽ സിയോൻ മലയിൽ കുഞ്ഞാടിനോടുകൂടെ 144,000 പേരെ ദർശിക്കുന്നു. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി വീണ പിടിച്ചു വൈണികന്മാർ ആ പളങ്ക് നദിയുടെ തീരത്ത് നിന്ന് പാടി പരമപിതാവിനെ മഹത്വപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 7 ക്രോലകലശം കൊണ്ട് ഭൂമിയിലേക്ക് ഒടിക്കുന്നു. ആ വെളിപ്പാട്
പുസ്തകം 17-ാം അധ്യായം മർമ്മമഗതിയാം ബാബിലോൺ. എന്താ അത്? എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. അതാ പുസ്തകത്തിലെ വാക്യം. ഒറ്റ വാക്ക് പറഞ്ഞ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. അന്ത്യക്രിസ്തു എന്നൊക്കെ ചിലർ പറയും. അവിടെ മനസ്സിലാകാൻ അങ്ങനെ പറയും. എതിർ ക്രിസ്തു എന്ന് പറയുന്നത് കുറച്ചുകൂടെ യോഗ്യത. എങ്കിലും ചിലരൊക്കെ യോഗ്യത എന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. അതുകൊണ്ട് അന്ത്യക്രിസ്തു എന്ന് തന്നെ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. എന്തായാലും കൊള്ളാം. വെളിപ്പാട് 17 എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. എന്തുവാ മണവാട്ടിയുടെ ഇരിപ്പ്, അവിടെ ഡ്രസ്സ്, അവിടെ ആഭരണങ്ങൾ, അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. തള്ളയുടെ ഡ്രസ്സ് എങ്ങനത്തതാ? അല്ലെ പേടിയാന്ന് തോന്നുന്നു. കടിഞ്ഞോമപ്പ് വായിച്ചോ. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രക്തവും മുത്തും പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി, എല്ലാം കൂടി അണിഞ്ഞവളായി, തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ വേശ്യാവൃത്തി എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിനെ ഉപേക്ഷിച്ച് യേശുവിനെ വെറുത്ത് വേറെ ജാരന്മാരുടെ പുറകെ പോകുന്നതാ. അതാ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ യേശുക്രിസ്തു മാത്രമാണ് ദൈവം, യേശുക്രിസ്തു മാത്രമാണ് ഏകദൈവം, യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവം, യേശുക്രിസ്തു മാത്രമാണ് വേളി കടിപ്പാൻ വരുന്ന അവൻ പ്രാണപ്രിയൻ. കർത്താവിനെ ഉപേക്ഷിച്ചേച്ച് നീ വേറെ യാരന്മാരുടെ പുറകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതാ കക്ഷിയുടെ കാര്യ പറഞ്ഞേ. നീ യേശുവിനോട് പ്രാർത്ഥിയത്. രക്ഷിപ്പാൻ കഴിവുള്ളവനാ യേശു. അല്ലാതെ അമ്മച്ചിയോടും വല്യമ്മയോടും അപ്പനോടും അപ്പച്ചാ എന്നും പറഞ്ഞ് വിളിക്കാതെ നീ യേശുവിനോട് പറ, അപ്പച്ചോ. യേശു അപ്പച്ചാന്ന് വിളിച്ചാൽ കുഴപ്പമില്ല. എൻ്റെ അമ്മേ, തീർത്ത ആ കാര്യം പറയുന്നത് നീ യേശുവിനോട് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. രക്ഷിക്കാൻ കഴിവുള്ളവൻ യേശു ക്രിസ്തുവാ. സകലരെയും രക്ഷിക്കുവാൻ കഴിവുള്ളവനായ യേശു ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവേശുവിനെ തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച് വേറെ ജാരന്മാരുടെ പുറകെ പോകുന്ന ആത്മീക വ്യഭിചാരത്തെ പറ്റിയാണ് കൂടുതൽ ഊന്നി പറഞ്ഞിരിക്കുന്നത്. ഇത് എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയാ. ഇരിപ്പ് ഒരു മൃഗത്തിന്റെ പുറത്താ. വേറെങ്ങും തള്ളക്ക് ഇരിക്കാനും കണ്ടില്ല. വായിച്ചോ. എന്നെ നോക്കിയാ പിന്നെ മർമ്മം മഗ്ദിയാം ബാബിലോൺ. എന്നാലും എന്റെ കർത്തദാസൻ വായിച്ചു തരുന്നതിന് ഒത്തിരി സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ മകൻ വായിച്ചു. മർമ്മം മഗ്ദിയാം ബാബിലോൺ. വേശ്യമാരുടെ അല്ല ഇരിക്കുന്ന തള്ള ഇരിക്കുന്ന എവിടാന്ന്? അവള് ഒരു മൃഗത്തിന്റെ, ചുമന്ന മൃഗത്തിന്റെ മുകളിൽ ഇരിക്കുന്നല്ലേ? ഒന്നും പാരപ്പണ്ടാക്ക. ഞാൻ അതിൻ്റെ പരുവത്തിന് ദൈവരാസം വായിച്ചു തരുന്നല്ലോ. എനിക്ക് വളരെ ആശ്വാസമുണ്ട്. ദൈവം അനുഗ്രഹിക്കും. ഒരു കുഴപ്പമില്ല. എനിക്ക് മൊത്തം തെറ്റാന്നല്ലോ. അപ്പോൾ പിന്നെ കർത്താവിൻ്റെ ദാസൻ നന്നായിട്ട് വായിച്ചോ. ആ 17-ന്റെ 1 മുതൽ വായിച്ചോ, 3 മുതൽ വായിച്ചോ, 17-ന്റെ 3 മുതൽ വായിച്ചോ. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞതായി കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ. അപ്പൊ മൃഗത്തിന്റെ കളറ് ചുമപ്പ്. ആ കടുംചുവപ്പ് നിറമുള്ള മൃഗത്തിന്റെ പുറത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നു. അപ്പോൾ മൃഗത്തിന്റെ നിറം ചുമപ്പ്. ആ ഇരിക്കുന്ന തള്ളയും ചുമന്ന വസ്ത്രം ധരിച്ച് ഇരിക്കും. മൊത്തം ഒരു ചുമപ്പാ. സ്തോത്രം. അത് പറഞ്ഞപ്പോ സാമിനൊരു ചിരി വന്നു. അത് വേറെ വിഷയമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, മൊത്തം ഒരു ചുമപ്പാന്ന് പറഞ്ഞപ്പോ. അപ്പൊ ഈ മൃഗത്തിന്റെ നിറം ചുമന്നത്. ഇരിക്കുന്ന ഒരു സ്ത്രീ പരുവക്കേടുകാരിയാ. ആ സ്ത്രീയുടെ വസ്ത്രം ചുമന്നത്. പിന്നെ അടുത്ത സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും മുത്തും അണിഞ്ഞാളായി തന്റെ വേശ്യാവൃത്തിയുടെ ഒറ്റവാക്കി പറഞ്ഞ പാകമങ്ങ് വിടാം. ഇത് എതിർ ക്രിസ്തുവിന്റെ മണവാട്ടി. ആഭരണധാരിയായി
കടുംചുമപ്പ് വസ്ത്രം ധരിച്ച് കടുംചുമപ്പ് നിറമുള്ളൊരു മൃഗത്തിന്റെ പുറത്തിരിക്കുക. പണ്ട് കല്ലുമല കുഞ്ഞുമനച്ചായൻ പ്രസംഗിച്ചപ്പോൾ ഞാനും ഉണ്ടായിരുന്നു, കേട്ടതാ. അല്ല, അതങ്ങനെയാ. പുള്ളി അത് നന്നായിട്ട് വിസ്തരിച്ചു. എന്നിട്ട് ക്രിസ്തുവിന്റെ മണവാട്ടിയെയും കൂടെ ഒന്ന് വിസ്തരിച്ചു. സ്തോത്രം. ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് ഈ കളറ് അത്ര ഭൂഷണമല്ലെന്ന് പുള്ളി വേറെ വാക്യങ്ങളൂടെ ചേർത്ത് തെളിയിച്ചു. ക്രിസ്തുവിന്റെ മണവാട്ടി ഇരിക്കേണ്ട സ്ഥലമുണ്ട്, അതായത് മൃഗത്തിന്റെ പുറത്തല്ല ഇരിക്കേണ്ടത്, അതും പുള്ളി തെളിയിച്ചു. തന്നെയല്ല, ആ ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് ഇതൊന്നും അണിയാനും വ്യവസ്ഥയില്ല, അതും പുള്ളി തെളിയിച്ചു. അപ്പോൾ ഈ പൊന്നും മുത്തും രത്നങ്ങളും ഒന്നും അല്ല വിശേഷത. പക്ഷേ ദൈവസഭയുടെ വിശേഷത ഇതൊന്നും ഇല്ലെങ്കിലും സുമുഖിയ. അതെ, സുമുഖിയ. സാറ് ഒരു പാട്ടിൻ്റെ വരി എഴുതി, എല്ലാവരും പാടുന്നതാ, ഞാൻ പാടിയ ഒക്കത്തില്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാലും സന്ദർഭം വന്നതുകൊണ്ട് രണ്ട് ശീല് പാടുകല്ല പറയുക. പാടുന്നവർ അവരൊക്കെയാ പാടുന്നത്, നമ്മൾ പാടുകല്ല പറയുക. അപ്പോൾ എതിർക്രിസ്തുവിന്റെ മണവാട്ടി പൊന്നും മുത്തും രത്നങ്ങളുമൊക്കെ അണിഞ്ഞവളായി ആമനത് കടുംചുമപ്പ് വസ്ത്രമൊക്കെ ധരിച്ച് കടുംചുമപ്പ് നിറമുള്ള മൃഗത്തിന്റെ മുകളിലിരിക്കുന്നു. എന്നാൽ ദൈവസഭയ്ക്ക് ഇതൊന്നും ഭൂഷണമല്ല. ദൈവസഭയ്ക്ക് പൊന്നും മുത്തും രത്നങ്ങളൊന്നും ഇല്ലെങ്കിലും അവൾ സുന്ദരിയാണെന്നാണ്. ഉത്തമഗീതത്തിലൊരു പ്രയോഗമുണ്ട്, എൻ്റെ പ്രിയെ നീ സുന്ദരി, നീ സുന്ദരി തന്നെ, നിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെ ഇരിക്കുന്നു. അങ്ങനെയൊക്കെ ആ പുസ്തകത്തിലെ വാക്യം. അപ്പോൾ ആ ദൈവസഭയെ നോക്കിക്കൊണ്ട് സാറ് ഒരു വരി കുറിച്ചു. നിങ്ങൾക്കെല്ലാം അറിവുള്ള വരികളാ. അപ്പം നിങ്ങൾ ഇപ്പം പറയും, അയ്യോടി അതാണോ പാടിയത്, അത് അങ്ങനൊന്നും അല്ലല്ലോ പാടുന്നത് എന്ന് നിങ്ങൾ പറയും പാട്ട് കേൾക്കുമ്പം. കനകവും മുത്തും രത്നം ഇവളണിയില്ലെങ്കിലും, 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 സുമുഖിയാമിവൾ കണ്ട ബകുരമണിയമ, സുമുഖിയാമിവൾ കണ്ട ബകുരമണിയമ, അമ്പയറൂജലം അമ്പരിൻ കാഴ്ചയിൽ, അമ്പയറൂജലം അമ്പരിൻ കാഴ്ചയിൽ, അമ്പയറൂജലം അമ്പരിൻ കാഴ്ചയിൽ, അമ്പരെ വരുന്നനാളെന്തു മനോഹരം, അമ്പരെ വരുന്ന നാളെന്തു മനോഹരം, അമ്പയറൂജലേ. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം എതിർക്രിസ്തുവിന്റെ മണവാട്ടി. വെളിപ്പാട് 18-ാം അധ്യായം വാണിജ്യ ബാബിലോണിന്റെ അധപതനം ഒറ്റ മണിക്കൂർ കൊണ്ട് കത്തിച്ചാമ്പലാകുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം നമുക്കറിയാം, അവൻ 1000 ആണ്ട് വാഴ്ച. വെളിപ്പാട് 21 പുത്തൻ യെരൂശലേം. വെളിപ്പാട് 22 ഒറ്റവാക്യം പറയുക, നിത്യതയിലേക്ക് പ്രവേശിക്കുക. ഇതിങ്ങനെയാണ് വെളിപ്പാട് പുസ്തകം ഓടിച്ചു പഠിക്കുന്നത്. മുമ്പോട്ട് പോക, ഇന്ന് രാത്രി ഓടിച്ചു വായിക്കുന്നതൊക്കെ എഴുതിയതുപോലെ തിടുക്കത്തോടെ നിന്നണമെന്ന് പുറപ്പാടിൽ എഴുതിയിരിക്കുന്നത് പോലെ മുമ്പോട്ടിന് തിടുക്കത്തോടെ പോകുക. ദൈവത്തിന് മഹത്വം. അദ്ദേഹം വെളുക്കുവോളം പോട്ടെന്ന് പറഞ്ഞെങ്കിലും പോകുകയില്ല, ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 1-ാം അധ്യായം ഓർപ്പിച്ചല്ലോ, തേജസ്കരിക്കപ്പെട്ട
കർത്താവായിട്ട് യേശു ക്രിസ്തു. യോഹന്നാൻ അപ്പോസ്തലൻ നാട് കടത്തപ്പെട്ടിരിക്കുക. അപ്പോസ്തലന്മാരെല്ലാവരും പീഡകളിൽ കൂടി കടന്നുപോയി. യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു, പത്രോസിനെ കൊല്ലുവാൻ പിടിച്ച് കാരാഗൃഹത്തിലിട്ടു. സഭ പ്രാർത്ഥിച്ചു, ദൈവം ദൂതനെ ഇറക്കി വിടിവിച്ചു. അപ്പോസ്തലന്മാരേറുകൊണ്ട് ഉപദ്രവങ്ങളേറ്റും എന്തെല്ലാം പങ്കപ്പാടുകൾ പീഡകൾ സഹിച്ചു. അങ്ങനെ പീഡകൾ ശക്തമായി. നീറോയുടെ കാലമൊക്കെ വന്നപ്പോൾ ഇത് കഠിനമായി. ദൈവമക്കളെ ഉപദ്രവിക്കുന്നു. ഒന്നിച്ച് കൂടാനൊക്കത്തില്ല, ഒന്നിച്ച് പ്രാർത്ഥിക്കാനൊക്കത്തില്ല. രഹസ്യ അറകളിലും രഹസ്യ ഇടങ്ങളിലിരുന്ന ഇവര് ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയി. യോഹന്നാനെ പറ്റി നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും അത് പഠിച്ചിട്ടുള്ളവരും അറിവുള്ളവർ പറയുന്നത് അവൻ തിളച്ച എണ്ണയ്ക്കകത്ത് യോഹന്നാനെ കിട്ടുന്ന തിളച്ച എണ്ണയ്ക്കകത്ത് അതാ വോൾട്ടേജ് കുറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, വോൾട്ടേജ് കുറയുന്നതിൻ്റെ കൊണ്ടാ. അത് അവര് മനഃപൂർവ്വം അല്ല. അങ്ങോട്ട് ഇനി നോക്കരുത്, മനഃപൂർവ്വം അല്ല, വോൾട്ടേജ് കുറവാ. അപ്പൊ ശ്രദ്ധിക്കുക, യോഹന്നാൻ അപ്പോസ്തലനെ ഈ തിളച്ച എണ്ണയ്ക്കകത്ത് ഇട്ടെന്ന വറുത്തു കോരാൻ പക്കാവട വറക്കും പോലെ അപ്പോസ്തലനെ വറക്കാൻ നോക്കുക. അപ്പോൾ എണ്ണ തിളച്ച് നിൽക്കുക, വെട്ടിത്തിളക്കുക. എൻ്റെ ഭാവനയും കൂടെ ചേർത്ത അപ്പോൾ എണ്ണ ഇങ്ങനെ വെട്ടിത്തിളക്കിയ ഉപദേശിയോട് പറഞ്ഞു, യേശുവിനെ തള്ളി പറഞ്ഞ ഇതിനകത്ത് ഇടുകയില്ല. യേശുവിനെ പിന്നെയും പറയുകയാണെങ്കിൽ സൂക്ഷം നിന്നെ ഇന്ന് സ്തോത്രം പക്കാവട വറക്കും പോലെ വറുത്തു കോരുമെന്നും പറഞ്ഞ് എണ്ണ വെട്ടിത്തിളപ്പിച്ചിട്ടിരിക്കുക. ദൈവത്തിന് മഹത്വം. യോഹന്നാൻ ചഞ്ചലിച്ചില്ല, നിരാശപ്പെട്ടില്ല, പിന്മാറിയില്ല, പതറിയില്ല, ഒരു പ്രയാസവും വന്നില്ല. കാരണവും കൂടെ അങ്ങ് പറഞ്ഞേക്കാം, നിങ്ങൾക്ക് അറിവുള്ള കാരണമാ എങ്കിലും ഒന്ന് പറയാം. ദൈവത്തിന് മഹത്വം. യോഹന്നാൻ അറിയാം ഈ തീയുടെ ചൂട് കൂട്ടുന്നുണ്ട്, എണ്ണ വെട്ടിത്തിളയ്ക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സേവിക്കുന്ന, എന്നെ രക്ഷിച്ച് ഞാൻ 3.5 കൊല്ലം ഒരുവന്റെ കൂടെ നടന്നതാ. സന്തത സഹചാരിയായിട്ട് ഞാൻ നടന്നതാ. മാത്രമാണോ മറ്റ് പലരേക്കാൾ ഞാൻ അദ്ദേഹത്തിന്റെ മാറോട് ചേർന്നിരുന്നതാ. ആ ഹൃദയത്തിന്റെ സ്പന്ദനം എനിക്കറിയാം, ആ ഇടിപ്പ് എത്രയാക്കി എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ നടന്നതാ. മാത്രമാണോ അയ്യോടി എല്ലാ ശിഷ്യന്മാരും ഒടുവിൽ യേശുവിനെ വിട്ടേച്ചു പോയി. ഇടയനെ വെട്ടി ആടുകൾ ചിതറി. നമുക്കറിയാം, പ്രവാചകൻ പറഞ്ഞു, വാള് ഉണരുക, ഇടയനെ വെട്ടുക. അങ്ങനെ വെട്ടി സകല എണ്ണവും ചെതറി ഓടി. പത്രോസൊക്കെ അകലം വിട്ടാ ചെന്നത്. പിന്നെ അവിടെ ചെന്ന് പമ്മി ഇരുന്നു. തീ കാഞ്ഞപ്പം ആദ്യം പമ്മിയും എടുത്തുവൊക്കെ ചെന്നപ്പോ ചോദിച്ചു, അല്ലേ നീ? പിന്നെ അകത്ത് കയറി ചെന്ന പറഞ്ഞു, അവൻ തന്നെ. എൻ്റെ ഒരു ഭാവനയും കൂടെ പറയാം കേട്ടോ. എൻ്റെ ഭാവനയാന്ന് ഉപദേശമല്ലേ. ഇയാള് വെളുപ്പായപ്പോ ഒരു ചെറിയ തണുപ്പും വെപ്രാളവും തണുപ്പും എല്ലാം കൂടെ വന്നപ്പോ തീ കായാൻ പോയിരുന്നു. അപ്പം തീ കാഞ്ഞപ്പം സൂക്ഷം പിന്നെയും പിടികിട്ടി. അതാ പറഞ്ഞ നിന്റെ ഉച്ചാരണം വെളിവാക്കുന്നു. എൻ്റെ ഒരു ചിന്ത പറയുക, എഴുതി കാഞ്ഞപ്പം അങ്ങ് ഉറക്കം തൂങ്ങി. പുള്ളി പഴയ ഉറക്കക്കാരനാ. ഉറക്കം തൂങ്ങി വെട്ടിയത് കൊണ്ടാ പിന്നെ ഉന്നം തെറ്റിയ കണ്ടോ. അപ്പൊ പുള്ളി ഉറക്കക്കാരനാ. അപ്പൊ തീകായനം കണ്ടി എന്ന് ഉറങ്ങി തീയിലോട്ട്. എൻ്റെ ചിന്തയാണേ, ഉപദേശമല്ലേ. തീയിലോട്ട് എന്ന് സ്തോത്രം. നിന്റെ ഉച്ചാരണം കേട്ടപ്പം പിടികെട്ടി. നീ ഇയാളെന്നാലും അലച്ച് തല്ലി പ്രാഗി. സ്തോത്രം. യേശുവിനെ മുന്നിൽ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ യേശു ഒന്ന് നോക്കി. എൻ്റെ ഭാഷ പറഞ്ഞ ആകവാള് വെട്ടിപ്പോയി. രാവിലെ പാടുകല്ലേ, പറഞ്ഞേ തള്ളി പറഞ്ഞ പത്രോസാദി രാവിലെ സമയേ പരനെ തള്ളി പറഞ്ഞ പത്രോസാദി രാവിലെ സമയേ പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. പെരുത്ത ദുഃഖം നിറഞ്ഞു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ ശിഷ്യന്മാരെല്ലാം യേശുവിനെ വിട്ടുപോയി. പക്ഷേ ക്രൂശിന്റെ ചുവട്ടിൽ അവസാനത്തോളം നിന്നത് യോഹന്നാനാ. ആ കാര്യം അങ്ങോട്ട് അടുത്തില്ലല്ലോ ശിഷ്യന്മാരിൽ.
ശിഷ്യന്മാർ പലരും ദൂരെ നിന്ന് കണ്ടു. പത്രോസ് മഹാപുരോഹിതന്റെ ആ വീടിനകത്തൊന്ന് പ്രവേശിച്ചു. മറ്റ് ശിഷ്യന്മാരെല്ലാം ദൂരെ മാറി, ശ്രദ്ധിച്ചും മാറിയും മറിഞ്ഞു നിന്നപ്പോൾ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നത് യോഹന്നാൻ അറിയാം. അതുകൊണ്ട് യോഹന്നാൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ യേശുവിനോട് ചേർന്നിരിക്കുക, യേശുവിനെ ആരാധിക്കേ, യേശു ക്രിസ്തുവിനായി ജീവിക്കേ, യേശുവിനെ സേവിക്കേ. അതുകൊണ്ട് യോഹന്നാൻ അറിയാം, ഞാൻ അവിടുത്തെ മാറോട് ചേർന്നിരുന്നയാളാ. മാത്രമല്ല, ആ ക്രൂശിൽ അവിടുന്ന് തിരുമരണം കൈവരിക്കുമ്പോൾ ഞാൻ കണ്ടോണ്ടിരിക്കുക. സ്തോത്രം. മരിക്കുന്ന സമയത്തും എന്നെ വിളിച്ചേച്ചാ പറഞ്ഞേ അല്ലേ, അമ്മ വേണ്ടെന്ന്. സ്തോത്രം, സ്തോത്രം. ഞാൻ ദൃക്സാക്ഷിയാ. ഭൂമി ഇളകുന്നതും ഭൂമി കുലുങ്ങുന്നതും ദൈവാലയത്തിലെ തിരശ്ശീല ആ സമയത്ത് രണ്ടായിട്ട് ചീന്തി മുകളിൽ നിന്ന് താഴോട്ട് സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ദൈവത്തിന് മഹത്വം. മുഴുവൻ കൂരിരുട്ടുണ്ടായി, കല്ലറകൾ തുറന്നു, പലരും പ്രത്യക്ഷപ്പെട്ടു. ആമേൻ, സ്തോത്രം. 6 മണി നേരം മുതൽ 9 മണി നേരമെല്ലാം ദേശത്ത് കൂരിരുട്ടുണ്ടായി. അവിടുന്ന് ക്രൂശിൽ കിടന്ന് തിരുവായി മുടിഞ്ഞു. ആ ക്രൂശിൽ വെച്ച് ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അത് കണ്ടോണ്ട് നിന്നയാളാ ഞാൻ. പ്രൈസ് ദി ലോർഡ്. അത് അനുഭവിച്ചയാളാ ഞാൻ. ഇത് വേറെ ആരും പറഞ്ഞ ഉമ്മാക്കി കഥയോ അമ്മമ്മ കഥയോ കെട്ടുകഥയോ പറഞ്ഞതല്ല. ഞാൻ നേരിട്ട് കണ്ടത് അവിടുത്തെ തിരുമരണം. യേശു മരിക്കുന്നത് ഞാൻ കണ്ടതാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യോഹന്നാൻ അറിയാം, അവിടുത്തെ എനിക്ക് നല്ലതുപോലെ അറിയാം. 3.5 വർഷം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. സകലതും വിട്ടയഞ്ഞും വന്നത്. അതുകൊണ്ട് ഈ തീയുടെ ചൂട് കൂട്ടിയത് കൊണ്ടോ ഈ എണ്ണ വെട്ടിത്തിളച്ചാൽ ഞാൻ പേടിക്കത്തില്ല, ചഞ്ചലിക്കത്തില്ല. കാരണം പറയാ, ആമേൻ, കുറച്ചുകൂടെ പുറകോട്ടിറങ്ങി പഠിച്ചാൽ ഞാൻ സേവിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന, എന്നെ രക്ഷിച്ച് എന്നെ വീണ്ടെടുത്ത് എനിക്ക് വേണ്ടി ജീവനെ തന്ന, ആ പ്രാണനെ തന്ന അവൻ ആരെന്ന് ചോദിച്ചാൽ, ആമേൻ, സ്തോത്രം, തീയുടെ നടുവിൽ വെളിപ്പെട്ടവനാ. 3 പുരുഷന്മാരെ 3 ബാലകന്മാരെ എരിയുന്ന തീച്ചൂളക്കകത്തിട്ടപ്പോൾ ഇട്ടവനെല്ലാം കൂടെ പെട്ടെന്ന് നോക്കി നിന്നപ്പോൾ 4-മത് ഒരുവൻ ആ തീക്കകത്തൂടെ നടക്കുന്നത് കണ്ടു. ആ ഇട്ടവനെല്ലാം കൂടെ വെപ്രാളം കയറി പറഞ്ഞു, 3 പേരെയല്ലേ നമ്മൾ ഇട്ടത്? അതെ, പിന്നാണ്ട് 4 പേര് നടക്കുന്നല്ലോ. 4-മത്തവൻ ദൈവദൂതന് തുല്യം എന്ന് പറഞ്ഞാൽ തീയുടെ നടുവിൽ അവൻ ഇറങ്ങി വന്ന് നടക്കുന്നവനെയാ ഞാൻ സേവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് തീ വിഷയമല്ല, എണ്ണ തളച്ചത് വിഷയമല്ല, ഇതൊന്നും എനിക്ക് വിഷയമല്ല. വടികളനവധി അടികൾ കൊണ്ടാലും വാളാൽ തുണ്ടമായി വെട്ടപ്പെട്ടാലും, വടികളനവധി അടികൾ കൊണ്ടാലും വാളാൽ തുണ്ടമായി വെട്ടപ്പെട്ടാലും, നാടെല്ലാം നരരാൽ ഞെരുക്കപ്പെട്ടാലും സഹിച്ചവനരികിൽ ചെല്ലാം, എല്ലാം സഹിച്ചവനരികിൽ ചെല്ലാം. ഓ യേശുവേ, നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. ആമേൻ. യേശുവേ, നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. സ്തേഫാൻമേൽ വീണ കല്ലുകൾ ഓർത്തും, സ്തേഫാൻമേൽ വീണ കല്ലുകൾ ഓർത്തും, ശിഷ്യന്മാർ സഹിച്ച തടവുകൾ ഓർത്തും, സ്തേഫാൻമേൽ വീണ കല്ലുകൾ ഓർത്തും, ശിഷ്യന്മാർ സഹിച്ച തടവുകൾ ഓർത്തും, പാചമയല്ല സഹിച്ചവനരികിൽ ചെല്ല, എല്ലാം സഹിച്ചവനരികിൽ ചെല്ല. ഓ യേശുവേ, നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. യേശുവിൻ നിന്നയെ ചുമക്കാം, പാളയത്തിൻ പുറമെ പോകാം. ശ്രദ്ധിക്കുക, യോഹന്നാൻ ഇതൊന്നും വിഷയമല്ല. ആമേൻ. തിളച്ച എണ്ണയ്ക്കകത്തും തീക്കകത്തിട്ടാലും വെന്തു പോകത്തില്ല. തീക്കകത്തൂടെ നടകൊണ്ടുവരുന്ന ഒരുവനെയാ ഞാൻ ആരാധിക്കുന്നത്.
തിളച്ച എണ്ണയ്ക്കൊക്കെ തൊട്ട് വറുത്തു കോരാൻ ഉദ്ദേശിച്ചതാ, ഒരു കുഴപ്പവും വന്നില്ല. ഞാൻ എപ്പോഴും പ്രസംഗിക്കും പറയും, യോഹന്നാൻ ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിച്ചതാ ഇച്ചിരി കാച്ചെണ്ണ തേച്ച് കുളിച്ചാൽ കൊള്ളാം. കാച്ചെണ്ണ മേടിക്കാൻ കാശൊന്നും ഇല്ല, അപ്പോസ്തലന്മാർക്ക് ഒന്നുമില്ലായിരുന്നു, ഒന്നുമില്ല. എല്ലാം വെച്ചെന്ന് പ്രാണം തല്ലിയ യോഗം കഴിഞ്ഞ്. ഇപ്പൊ പിന്നെ എന്തില്ല, ഉണക്കച്ചപ്പാത്തിയെങ്കിലും ചിലടത്ത് നമ്മൾ പിന്നെ എഴുന്നേറ്റ് നിന്ന് ആ ചപ്പാത്തി കടിക്കുന്നത് കിടക്കുന്നു. കറ്റതയേറെ സഹിച്ചവരും കല്ലേറടിയിട്ട് കൊണ്ടു മരിച്ചവരെന്ന് ഓ മിശിഹായോടു വാഴുമനാട്ടിൽ. കറ്റതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരെന്ന് മിശിഹായോടു പ്രേമകാന്തനെ കാൺമാനദനെ മഹോനദനെ വേഗം കാൺമാൻ മൽ പ്രേമകാന്തനെ മഹോന്നതനെ മഹോനദനെ വേഗം കാൺമാൻ മൽ പ്രേമകാന്തനെ കാൺമാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പ്രതികൂലമെന്ന് നമ്മളെ പിടിച്ച് കുലുക്കരുത്. അപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർക്ക് മിക്കപ്പോഴും ശുശ്രൂഷ കഴിഞ്ഞ് കഴിക്കാനൊന്നും അതുകൊണ്ട് വിശന്നേച്ച് വല്ലവരുടെ മയിലിറങ്ങി കതിര് പറിച്ച് തിരുമ്മി തിന്നു. എനിക്കൊന്ന് വിശപ്പിന്റെ കൂടുതൽ കൊണ്ടായിരിക്കും ജിമോന്റെ വീട്ടിൽ ചെന്ന് കൈ കഴുകാതെ ആയിരിക്കും സാധ്യത. നമ്മുടെ ആൾക്കാർ കല്യാണത്തിന് പോയി കഴിച്ചേച്ചാ വെള്ളം തപ്പി നടക്കുന്നത്. അപ്പം മനസ്സിലായി വെള്ളമില്ലാത്ത കഴുകാതാ വന്ന് കഴുകേച്ചാണെങ്കിൽ സൂക്ഷം കഴിച്ചേച്ചാ വെള്ളം ഉള്ളെടുത്തോട്ട് പോയാൽ പോരെ. മിണ്ടുന്നില്ല. കഴിച്ചേച്ച് പറയാം വെള്ളം. അന്നേരം പിടി കെട്ടി ഇവൻ കൈ കഴുകാതെ വന്ന് നല്ല പെരുക്കിയത് വെള്ളം തപ്പി നടക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, ആൾക്കാരും ഉണ്ട്. അപ്പൊ എന്തായാലും ആദിമ നൂറ്റാണ്ടിൽ ഇങ്ങനെയൊക്കെയാ, വലിയ കഷ്ടതയും ദുരിതമൊക്കെയാ. എന്ന് പ്രാണം തല്ലിയാ പോകുന്നത് ദൈവത്തിന് മകത്ത്. നമുക്ക് പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഒന്നുമില്ല, ഒരു കുഴപ്പവുമില്ല. ഇവിടെ ഒരു കല്യാണത്തിന് പോയപ്പോൾ കല്യാണം നടത്തിയ പുള്ളി കക്ഷണം കഴിക്കുക, അതിലെല്ലാം കറങ്ങി നടക്കുക. കല്യാണത്തിന് വന്നവരെല്ലാം എന്നല്ല, കല്യാണം നടത്തിയ മെയിൻ പാസ്റ്റ് ആ പറഞ്ഞ കഥാരേ ഇല്ല. അത് ചിലർക്ക് പിടികിട്ടി കാണും. ചിരി കേൾക്കുമ്പോൾ അറിയാം എവിടാന്ന്. മെയിൻ ആള് കഴിക്കാതിരിക്കുക. ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ കഷ്ടതയും പട്ടിണിയും ധൈര്യവും ദുഃഖവുമാണ് അവരനുഭവിച്ച വങ്കപ്പാടുകളാണല്ലോ. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ടും, കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 23 മുതൽ താഴോട്ടുള്ള വാക്യം വായിക്കാമെങ്കിൽ ഉചിതമായിരിക്കും. ചടയെന്ന് വായിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട്, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, ഞങ്ങൾ ബലഹീനർ, നിങ്ങൾ ബലവാന്മാർ, നിങ്ങൾ മഹത്വങ്ങൾ, ഞങ്ങൾ മാനഹീനർ. പിന്നെ ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് വീടും മത്തുവൊന്നും എന്റെ ഭാഷ പറഞ്ഞ ഒരു നല്ല കൊരണ്ടി പോലും ഇല്ല. അന്നേരം പറയാ അവിടെ സിംഹാസനം ഉണ്ടെന്ന്. എവിടെ? കൊരണ്ടി പോലും ഇല്ലെന്ന്. അന്നേരം പറയാ ഇത് അവിടുത്തെ സിംഹാസനമാണ്. ആ സിംഹാസനത്തിന്റെ പൊട്ട ഒരു നല്ല കൊരണ്ടി പോലും അതുങ്ങൾക്ക് ഇരിക്കാൻ. അങ്ങനെ ആ പുസ്തകത്തിൽ വാക്യം. ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും. അന്നേരം പറയാ പുള്ളിയുടെ തുണി താണ്ടിലെല്ലാം കൊണ്ട് നടക്കുന്നെന്ന്. ഇച്ചിരി ഞങ്ങൾക്കും തന്നേക്കാൻ അങ്ങനത്തെ വെച്ചേക്കാൻ കുറേ ആൾക്കാർ. ഞാനിത് എൻ്റെ വങ്ങായിക്കൊന്നും പിടിക്കാൻ പറ്റുന്ന പുസ്തകം വായിച്ചോണം. ഉടുപ്പാനില്ലാതെ അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. ഇതായിരുന്നു അപ്പോസ്തലന്മാര്. അപ്പോൾ ഇങ്ങനെ ദുരിതവും ദുഃഖവും പട്ടിണിയും പ്രയാസമൊക്കെയാ. ഇതിന്റെ നടുവിലും ദൈവം വരെ അത്ഭുതകരമായി നടത്തി. അപ്പൊ അതുകൊണ്ട് യോഹന്നാന്റെ ഒക്കെ ചിന്ത അല്പ കാച്ചെണ്ണ കിട്ടിയാവുന്ന തേച്ച് പ്രായമാകുമ്പോ അങ്ങനെയൊക്കെ ഉള്ള ചിന്ത അത് തെറ്റൊന്നുമല്ല. മരുന്നെടുക്കുന്നവര് അല്പ കാച്ചെണ്ണയോ കുഴമ്പോ പ്രായമുള്ളവർ ചോദിക്കുന്നത് തെറ്റൊന്നും
അല്ല സ്തോത്രം. അല്ലാതെ 98 കഴിയുമ്പോൾ എനിക്ക് വീഗാലാൻഡ് ടണലിനകത്തൂടെ ഇറങ്ങണം കുഞ്ഞെന്നും പറഞ്ഞ് അത് നല്ലൊരു ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആട്ടെ, ആ ഭാഗമൊന്നും വിസ്തരിക്കുന്നില്ല. അപ്പൊ ഇവര് ഒരു കാച്ചെണ്ണ അല്പം കിട്ടിയാൽ കൊള്ളാന്ന് ആശിച്ചു. പക്ഷെ അല്പ കാച്ചെണ്ണ ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും കൊടുത്തപ്പോ കണ്ടോ ഒരു ചെമ്പ് നിറച്ച് എണ്ണ കാച്ചിട്ടിരിക്കുക. ആമ ഞാൻ എപ്പോഴും പറയും, ആ എഫേസ്യർ 3:20 അതിനോട് ചേർത്തൊന്ന് വിഷയം വേറെയാണെങ്കിലും വാക്യം ചോദിക്കുന്നതിലും നിനക്ക് ഒരല്പ കാച്ചെണ്ണ ചോദിച്ചപ്പോ ഒരു ചെമ്പ് നിറച്ച് കാച്ചിട്ടിരിക്കുക. ആമ ഇന്ന് രാത്രി ചില നല്ല ആഗ്രഹങ്ങളെ ദൈവം നിറവേറ്റി തരും. ചിലർക്കത് ദോഷമായിട്ടും പ്രയാസമായിട്ട് തോന്നിയാൽ വിശ്വാസത്തോടിരിക്കുന്ന നിനക്ക് നിന്റെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി പ്രതികൂലങ്ങളുടെ തീച്ചൂളയിൽ കൂടിയാണ് നീ പോകുന്നത്. ഈ രാത്രി ദൈവം അത് അനുകൂലമാക്കി തരാൻ പോവാ. ഞാൻ മുമ്പോട്ട് അധികം വിസ്തരിക്കും, ഓടിച്ചങ്ങ് പോയേക്കാം. ദൈവത്തിന് മഹത്വം. അങ്ങനെ യോഹന്നാനെ നാട് കടത്തി. പത്മോസ് എന്ന ദ്വീപിൽ 2 കാരണത്താൽ ആ നാട് കടത്തിയത് എന്നാണ് പുസ്തകം പഠിപ്പിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, 1:9. വെളിപ്പാട് 1:9. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. അടുത്തത് ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ പോകാനുണ്ടായ പ്രധാനപ്പെട്ട 2 കാരണം. ഒന്ന്, യേശുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചന നിമിത്തം. ഞാൻ മിക്കപ്പോഴും പറയും, ശരിയായിട്ട് വചനം പറഞ്ഞ പ്രശ്നമാണ്. നമ്മളാരും ശരിക്ക് പ്രസംഗിക്കുന്നില്ല. ഇല്ല, ശരിക്ക് പ്രസംഗിച്ചാൽ അടിയുടെ ആറാട്ടായിരിക്കും. അടി കൊണ്ട് മുട്ടയിടുന്നു. പക്ഷെ നമ്മളാരും കൊള്ളാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു പൊത്തുപൊരുത്തത്തിലൊക്കെ പോകുക. അതാ വാക്യം വായിച്ചു, അടുത്ത വാക്യം വായിക്കാൻ. ഇത് വായിച്ച പ്രശ്നമാണ്. ഭാഷ ഒരു കാര്യം ചെയ്യും, ബേഡെടുക്കൽ ഒരു സഭയുണ്ടെന്ന് പറയും. ബേഡെടുക്ക കാസർഗോഡാ. ബേഡെടുക്ക, ബന്തെടുക്ക, ബദിയെടുക്ക. പോയിട്ടില്ലല്ലോ. ഇനിയും പോവുകയും വേണ്ട. ഇതൊക്കെ പ്രസംഗിച്ചാ വിടുവന്ന് ഇരുത്തുകയല്ല. ശരിക്കും പറയുന്നില്ലല്ലോ. പറഞ്ഞാൽ പ്രശ്നമാ. ഉപദേശം ശരിക്കൊന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകും. അതിലേ അയാൾ കുറ്റമേ പറയുള്ളൂ. കുറ്റമല്ല. ഉപദേശം പറയുമ്പോ കുറ്റമായിട്ട് തോന്നുന്നതാ. കുറ്റമൊന്നുമല്ല. അല്ല, പുസ്തകത്തിൽ അങ്ങനെ വാക്യമുണ്ട്, നിന്നെ പറ്റി ഒരു കുറ്റം. അങ്ങനെ തന്നെ പുസ്തകത്തിലും വാക്യം. ദൈവത്തിന് മഹത്വം. ശരിക്കും പറഞ്ഞാൽ പ്രശ്നമാണ്. അതിവിടെ നല്ല എവിടെ പറഞ്ഞാലും അപ്പോസ്തലന്മാർ ശരിക്കാ പ്രസംഗിച്ചത്. മുഴുവൻ ആടികൊണ്ട് ഊപ്പാട് വരിക. ചെന്നിടത്തല്ല. എന്നിട്ട് ഇവരെ പറ്റി ഒരു ഭൂലോകത്തെ കലക്കുന്നവരാന്ന്. അതാ നല്ല സർട്ടിഫിക്കറ്റ്. ഭൂലോകത്തെ. അവർ 2 കാരണത്താൽ നാട് കടത്തപ്പെട്ടു. ഒന്ന്, യേശുവിന്റെ സാക്ഷ്യവും ദൈവത്തിന്റെ വചന നിമിത്തം. വിസ്തരിക്കുന്നില്ല. നാട് കടത്തപ്പെട്ട് പത്മോസിന്റെ ഏകാന്തതയിൽ ഒറ്റയ്ക്കായിരിക്കുന്നതിലും കറുത്ത ദിവസത്തിൽ ആത്മവിവശനായി യേശു ക്രിസ്തുവിനെ ദർശിക്കുക. ആ കറുത്ത ദിവസത്തിൽ ആത്മവിവശനായി അപ്പോൾ ഒരു ശബ്ദം കേട്ടു. വായിച്ചേ 9:10-11 വാക്യം പെട്ടെന്ന്. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്ന കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതിയ സഭകൾക്ക് എഴുതുക എന്ന കാഹളത്തുരത്തൊരു ശബ്ദം എന്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദമെന്ന കേൺമാർ ഞാൻ തിരിഞ്ഞു. 13-ാം വാക്യം തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകൾ നടുവിൽ നിലയങ്ക് ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ തേജസ്കരിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ യോഹന്നാൻ അപ്പോസ്തലൻ ദർശിക്കുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നീ ഏകാന്തത അനുഭവിക്കുമ്പോൾ, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുമ്പോൾ, നിന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ, നിന്നെ നാട് കടത്തുന്നത് പോലുള്ള അനുഭവങ്ങൾ വരുമ്പോൾ, ആരും സഹായത്തിനില്ലാതെ നിന്നെ വിടക്കം നണ്ണുമ്പോൾ, ഉപദേശം പറയുന്നത് കൊണ്ട്, പ്രമാണം പറയുന്നത് കൊണ്ട്, സത്യം പറയുന്നത് കൊണ്ട്, സത്യത്തിന് സാക്ഷിയായി നീ നിവരെ നിൽക്കുമ്പോൾ, ഒരു പക്ഷേ ലോക്കൽ സഭയോ സെന്ററോ കേന്ദ്രമോ ഒക്കെ നിനക്ക് വിരോധമായി വരാം. പല വ്യക്തികൾ വിരോധമായി വരാം. ചഞ്ചലിക്കരുത്, നിരാശപ്പെട്ടു പോകരുത്. നിന്റെ സമയേ വന്ന് നിന്നെ ആശ്വസിപ്പാൻ കഴിവുള്ളവനാ യേശു. അതിന്റെ നടുവിൽ വന്ന് യേശു പറയുക, യോഹന്നാനെ നീ ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഭയപ്പെട്ടു പോകരുത്. അതെന്ത് വിഷയമാണെങ്കിലും ഭയപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി ദൈവത്തിൽ ധൈര്യപ്പെട്. മനുഷ്യനെല്ലാം ഭയമുണ്ട്, ഇല്ലേ? എല്ലാവർക്കും ഭയമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ
മറ്റൊന്നിന് എല്ലാവർക്കും ഭയമാ. ഒരിക്കൽ 6 അടി പൊക്കമുള്ള ആൾ എന്നോട് പറഞ്ഞു, എനിക്ക് മരണത്തെ പേടിയില്ലെന്ന് പറഞ്ഞു. എല്ലാവർക്കും ആദ്യത്തെ ഭയങ്കര പേടി മരണമാണ്. പുള്ളി പറഞ്ഞു എനിക്കത് പേടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഇനി ഒരു പേടിയില്ലല്ലോ? അല്ലെ, മരണത്തെ പേടിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ വെമ്പളെ പേടിയാന്ന് പറഞ്ഞു. അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മരണത്തെ പോലും ഭയമില്ല, പക്ഷെ സ്വന്തം ഭാര്യയെ പേടി. സ്തോത്രം. അങ്ങനെ ഉള്ളവർ ചിലപ്പോൾ കണ്ടെന്ന് ഈ ശരിക്കും ഞാൻ പരമാർത്ഥം പറഞ്ഞ ഭാര്യയെ പേടിയായിട്ടല്ല, അലോഗ്യം ഉണ്ടാക്കാതിരിക്കാൻ. അല്ലേ? അതല്ലേ? അയ്യോ, ഭാര്യയെ പേടിയായിട്ടാണോ? അലോഗ്യം വേണ്ട. കാരണം അവള് അടുക്കളയിലാ കൂടുതലും പെരുമാറുക. അങ്ങനെയുള്ള നമ്മളാ ടൗണിലോട്ട് പോവുകയും അപ്പൊ ആൾക്കാർക്ക് എന്നെ പേടിച്ച അവിടെ കിടന്ന്, അപ്പൊ അത് വേണ്ടാന്ന് ഓർത്ത്. അല്ല, പേടിച്ചിട്ടൊന്നും ഗുണം വരുന്ന കാര്യാ പറഞ്ഞത്. പേടിയായിട്ടല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞെനിക്ക് പേടിയില്ല, പക്ഷെ അവളെ പേടിയാന്ന് പറഞ്ഞു. ഒരിക്കലൊരു മാതാവും പിതാവും എന്നോട് പറഞ്ഞു, ബ്രദർ, ഞങ്ങൾക്ക് വീടുണ്ട്, ചുറ്റുപാടുണ്ട്, സ്വത്തുണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ദീർഘവർഷങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലുമായിരുന്നു. ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്, പക്ഷേ മൂത്ത മോൻ സാൻകുട്ടിയെ പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ ജനിപ്പിച്ച് വളർത്തി പഠിപ്പിച്ച് പ്രാപ്തനാക്കൊണ്ടുവന്ന സ്വപുത്രനെ പേടി. ചിലർക്ക് മരണത്തെ പേടി, ചിലർക്ക് ലോകത്തെ പേടി, ചിലർക്ക് രോഗങ്ങളെ പേടി, ചിലർക്ക് പ്രകൃതി ശക്തികളെ പേടി. ഇടിവെട്ടുന്നത്, കൊള്ളിയാൻ വരുന്നത്, ഭൂമി കുലുക്കം, ഇതെല്ലാം ഭയമുള്ളവരുണ്ട്. ചില വിശ്വാസികൾക്ക് ഉപദേശിമാരെ പേടി. ചില സഭയിലെ ഉപദേശിമാർക്ക് സഭയിലെ മൂപ്പന്മാരെ കൊള്ളാൻ നിറച്ചായിരിക്കുന്നത്. അതാണ് വിഷയം. അവിടെ ഇരുന്നോണം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരണം. പുള്ളി എനിക്ക് പോയിന്റൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലായിടത്തും ഭയമാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുക. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ നിരവധി പ്രാവശ്യം ആലോചന പറയുക, ഭയപ്പെട്ടു പോകരുത്. ഇവിടെ ഒന്ന് ഏകാന്തത അനുഭവിച്ച് ആരും സഹായമില്ലാതെ അവൻ സ്തോത്രം ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിൽ അവൻ പൽമോസ് എന്ന ദ്വീപിൽ അവൻ ചരിത്രം പഠിച്ചവരൊക്കെ പറയുന്നത് കടൽത്തിരകിടഘോരമായ ശബ്ദവും അവൻ കടുകന്മാര് പറക്കുന്ന ശബ്ദവും അതൊക്കെ ഓരോ പറഞ്ഞു കേട്ടാ ഞാനും പറയുന്നത് ദൈവത്തിന് മഹത്വം. അങ്ങനെയുള്ള ഭീകരമായ അന്തരീക്ഷം, അവൻ ആരും സഹായത്തിനൊരു വാക്കുകൊണ്ടും അവൻ സഹായ ഹസ്തം കൊണ്ടും ആരുമില്ല. അങ്ങനെ ഏകാന്തത അനുഭവിച്ച സമയത്ത് ഇതാ തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തു ഇറങ്ങുമെന്ന് പറയുക, യോഹന്നാനെ ഭയപ്പെടേണ്ട. എന്നിട്ട് പറയുക, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ടെന്ന്. ഇന്ന് രാത്രി മരണഭീതികളിൽ വലയുന്ന ആമൻ സ്തോത്രം, ഭീതിജനകമായ രോഗപീഠകളിൽ വലയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഈ രോഗം നിന്നെ മുടിച്ചു കളയാനല്ല, ഈ രോഗം നിന്നെ തകർത്ത് കളയാനല്ല, ഈ ബാധ നിന്നെ നശിപ്പിക്കാനല്ല. ഇന്ന് രാത്രി നിന്നോട് വചനത്തിൽ കൂടെ ദൂത് പറയുക, ആമൻ ഭയപ്പെടേണ്ട. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ള യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഡോക്ടർമാര് ചിലപ്പോൾ പറഞ്ഞു കാണും, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, കിഡ്നി പ്രോബ്ലം, ഹാർട്ട് പോയി കിടക്കുക, ലിവർ പോയി കിടക്കുക, അതൊക്കെ അവരുടെ പരിശോധന തെളിഞ്ഞത് ഞാൻ എതിർക്കുന്നില്ല. അവരൊക്കെ അങ്ങനെ തെളിയട്ടെ. എന്നാൽ ഇന്ന് രാത്രി മാറാരോഗത്തിൽ വലയുന്ന ആരെങ്കിലും ആശുപത്രിക്കാർ നിന്നെ ഉപേക്ഷിച്ചായിരിക്കും. അവൻ ചികിത്സകൾ ചെയ്തിട്ട് ഭേദം വന്ന് കാണുകയില്ല. നീ തീരാ വ്യാധിയിൽ വലയുന്ന വ്യക്തിയാ. എന്നാൽ ഇന്ന് രാത്രി നിന്നോട് വചനത്തിൽ കൂടെ ദൂത് പറയുകയാ, നിന്റെ രോഗബന്ധനങ്ങളെ അടിക്കുവാൻ, നിന്റെ ആരോഗ്യത്തെ സൗഖ്യമാക്കുവാൻ, നിന്റെ രോഗത്തിന് ശമനം വരുത്തുവാൻ കാര്യമുള്ള നസറായൻ ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. വിശ്വസിച്ചേറ്റെടുക്ക്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവിടുത്തെ പക്കലുണ്ട്. ഇന്ന് രാത്രി ആ തൃപ്പാനത്തിൽ ഏൽപ്പിക്ക്. നിനക്ക് ഇന്ന് രാത്രി വിടുതല, നിന്റെ കുടുംബത്തിന് ഇന്ന് രാത്രി രക്ഷയാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വാനിലും ഭൂവിലും മേലായ നാമം വന്നിതവല്ലപ്പ നാമമത്. വാനിലും ഭൂവിലും മേലായ നാമം വന്നിതവല്ലപ്പ നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിയിടും നാമമത്. ഓ ദൂതർ വാഴ്ത്തി പുകഴ്ത്തിയിടും നാമമത്. ഓ യേശുവിന്റെ തിരുനാമത്തിൽ ഇന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഓ യേശുവിന്റെ തിരുനാമത്തിൽ
ചഞ്ചല ശോധന വേളയിൽ താങ്ങി നടത്തിയിടും നാമമത് ഭയം മുറ്റുമകത്തിയിടും നാമമത് ഭയം മുറ്റുമകത്തിയിടും നാമമത് യേശുവിന്റെ തിരുനാമത്തിനും സ്തോത്രമേ യേശുവിന്റെ തിരുനാമത്തിനും സ്തുതി സ്തോത്രമേ. എല്ലാ നാമത്തിനും മേലായ നാമം, ആ നാമത്തിന്റെ മഹിമയുള്ളവൻ നാമം ധരിച്ചവൻ പറയുക, നീ ഭയപ്പെട്ടു പോകരുത്. സ്തോത്രം. ഭയപ്പെട്ടു പോകരുത്. ഒന്ന് രണ്ട് കാര്യം കൂടെ വചനത്തിൽ നിന്ന് പറഞ്ഞങ്ങ് നിർത്താം. ആമേൻ. വിസ്തരിക്കുന്നില്ല അധികം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 50-ാം അധ്യായത്തിന്റെ 19, 20 തിരുവെടുത്തൊന്ന് വായിച്ചാട്ട് യോസേപ്പ് പറയുന്ന 1-2 ഭാഗമുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 19, 20 തിരുവെടുത്ത്. നിങ്ങൾ ഭയപ്പെടേണ്ട. ഒന്നുകൂടെ വായിച്ചേ. യോസേഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട. യോസേഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ. സഹോദരന്മാരെല്ലാം കൂടെ മിസ്രയീമിലെത്തി. ഇതൊക്കെ വിസ്തരിക്കേണ്ട ഭാഗമാ. യവന്മാരെല്ലാം കൂടെ ചേർന്ന് ഈ പുള്ളിയെ പൊട്ടക്കണത്തിൽ ഇട്ടേച്ചോ പറഞ്ഞ് ഇനി കയറി വരികയല്ലെന്ന് പറഞ്ഞ്. ഇനി കയറി വരിക എവിടുന്ന്? കണത്തിന്ന് ഇട്ടതാരാ? അവര് തന്നെ. ഇത് പറയുന്നതാരാ? അവർ തന്നെ. പണ്ട് നമ്മൾ ജോൺസൺ ഞാൻ പഠിച്ചതാ. കോഴിയമ്മ നെല്ല് പെറുക്കി, കോഴിയമ്മ അത് കുത്തി, കോഴിയമ്മ തന്നെ അത് പൊടിച്ചു, കോഴിയമ്മ തന്നെ മാവ് പഠിച്ചിട്ടില്ലേ? കോഴിയമ്മ തന്നെ അത് കുഴച്ചു, കോഴിയമ്മ തന്നെ അപ്പം ഉണ്ടാക്കി, കോഴിയമ്മ തന്നെ. അല്ലല്ല, അങ്ങനത്തെ കോഴിയമ്മമാരൊത്തിരി ഉണ്ട്. കോഴിയമ്മ തന്നെ ഇത് കുഴച്ചത്, കോഴിയമ്മ തന്നെ ഈ ഉണ്ടാക്കിയത്, കോഴിയമ്മ തന്നെ ഇതല്ല തിന്നത്. ചേട്ടന്മാര് തന്നെ ഈ കുരുക്കല്ല ഒപ്പിച്ചത്, ചേട്ടന്മാര് തന്നെ ഇവനെ പൊട്ടക്കണത്തിൽ തട്ടിയത്, ചേട്ടന്മാര് തന്നെ ഇവൻ കൊണ്ടുവന്ന ചാപ്പാടെല്ലാം കൂടെ കരക്കിരുന്ന് അടിച്ച് മിന്നി ഇവന്മാര് കൊണ്ടുവന്നവൻ കുഴിയെ കിടക്കുക. എന്നിട്ട് ഇവന്മാര് നമുക്ക് ഭക്ഷണത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലഭിച്ച ആ ഭക്ഷണങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ജേക്കബ് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഒരു വിറവലും ഞങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. കൊണ്ടുവന്ന പൊട്ടക്കണത്തിൽ കിടക്കുക. പണ്ട് 5-6 ഏത്തക്കായും 3-4 കൊഴുക്കട്ടയും 2 പീസ് കേക്കും ഏത്തക്കാപ്പം കുറേ ഏറെ സാധനം കൊണ്ടുവച്ചപ്പം പറഞ്ഞ അച്ചായും പ്രാർത്ഥിക്കാൻ. പള്ളി അതെല്ലാം കൂടെ പ്രാർത്ഥന. കർത്താവേ, ലഘുഭക്ഷണത്തിനായി സ്തോത്രം. ഇത് മുഴുവൻ പെരുക്കിയച്ച ലഘുഭക്ഷണം. അപ്പം പിന്നെ ഇവര് കൊണ്ടുവന്ന ഈ ഭക്ഷണം, യോസേപ്പ് കൊണ്ടുവന്ന ഭക്ഷണം, ഇവന്മാർ യോസേപ്പിനെ പൊട്ടക്കിണി തട്ടി എന്ന് ചെവര് കരയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച് ചപ്പോരത്തും പറഞ്ഞ് നമുക്കൊരു ശീലി പാട്ട് പാടി വെച്ച് ഭക്ഷണം. ഏത് പാട്ടായിരിക്കും? ഞാനൊരു പാട്ട് ഒക്കാണെ പറഞ്ഞാണ്. ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന, കൊണ്ടുവന്ന കുഴി കിടക്കുക. ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന, ജീവനുള്ള സർവത്തിനും ഭക്ഷണം നൽകുന്ന. മതി അധികം പാടണ്ട. കൊണ്ടുവന്നവനെ യവന്മാരെല്ലാം കൂടെ ഗ്രൂപ്പ് ചേർന്ന് പൊട്ടക്കണത്തിൽ തട്ടി. എന്നാൽ ശിവന്മാര് തന്നെ എഴുതാവുന്നതും പറയാവുന്നതെല്ലാം പറഞ്ഞ് ഒപ്പിച്ചു പറഞ്ഞ് ഇനി കയറി വരികയല്ലെന്ന് കുഴിയിൽ തന്നെ. സ്തോത്രം. കയറി വരികയല്ലെന്ന്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇനിയിപ്പം രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഒന്ന് ഒരുത്തൻ പറഞ്ഞു, ഇനിയിപ്പം സ്റ്റേജേ വരുമോ എന്നുള്ളത്. സ്തോത്രം. ഒരുത്തൻ പറഞ്ഞു, ഇനിയിപ്പം തുണി വല്ലതും കിട്ടുമോ എന്നുള്ളത്. തുണി നമ്മളിങ്ങ് എടുത്തല്ലോ, ഇനിയിപ്പോൾ കരക്കോട്ട് കയറണേ ആയാലും തുണി കൊടുക്കാതെ. യോടി നിങ്ങൾക്ക് മനസ്സിലായി. യോസേപ്പിന്റെ തുണിയോടെ തള്ളയൊരു തുണി എടുത്ത്, യവന്മാരൊരു തുണി എടുത്തു. ചുരുക്കി പറഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഒപ്പിച്ച കുരുക്ക. അവന്മാര് തീരുമാനിച്ചു, ഇക്കുഴിയുന്ന ഇവനിനി ആയുസ് കരയ്ക്ക് കയറുകയല്ല. പക്ഷെ ദൈവം ഇതെല്ലാം തിരുത്തി അങ്ങ് മാറ്റി.
നിന്റെ മേൽ വിരോധമായി, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കത്തില്ലെന്നായി പറഞ്ഞത്. നീ വിശ്വസ്തയോട് പ്രമാണത്തോട് ആമേൻ സ്തോത്രം ദൈവത്തെ ആരാധിച്ചാൽ നിനക്ക് വിരോധമായിട്ട് ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കത്തിൽ. അടിച്ച് പാറ്റും ദൈവം, അടിച്ച് തിരുത്തും ദൈവം. പ്രൈസ് ദി ലോർഡ്. അവസാനം സാഹചര്യം എല്ലാം കൂടെ തിരുത്തി കുറിച്ച് യവന്മാർക്ക് ജാമമെല്ലാം കൂടെ കടനപ്പെട്ട് ഊപ്പാട് വന്ന് കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാതെ ഗതികേട് പിടിച്ചവന്മാർ ഊപ്പാട് വന്ന് ഒടുവിൽ യോസേപ്പിന്റെ വന്ന് 10 എണ്ണം കൂടെ പൊത്തോന്നും പറഞ്ഞ് പുള്ളിയുടെ മുന്നിൽ കിടന്ന് യോസേപ്പ് പറഞ്ഞ് എഴുന്നേക്കാൻ പറഞ്ഞു. യവന്മാർ പറഞ്ഞില്ല, കുറച്ചുകൂടെ കിടന്നേച്ചാൽ എഴുന്നേക്കുവോളെന്ന്. അല്ല, പണ്ടത്തെ സ്വപ്നം നിറവേറിയതാ. എന്തിനേറെ ഒന്നും ഞാൻ വിവരിക്കുന്നില്ല. 10 എണ്ണം കൂടെ പൊക്കി അവനെ നിർത്തി. ഒടുവിൽ പിന്നത്തേതിലൊക്കെ സമയം എടുത്ത് പറയേണ്ടതാ. ഒടുവിൽ 1-2 വട്ടമൊക്കെ പോയി വന്ന് ഒടുവിൽ യോസേപ്പ് തന്നെ താൻ വെളിപ്പെടുത്തി കെട്ടിപ്പിടിച്ച് മുത്തമിട്ട് പൊട്ടിക്കരഞ്ഞേച്ച് പറഞ്ഞു, അയ്യോ നിങ്ങൾ ചത്തുപോയെന്ന് പറഞ്ഞ യോസേപ്പാടാ ഞാൻ. എടാ കയറുകേലെന്നും പറഞ്ഞു നിൽക്കുന്ന യോസേപ്പാടാ ഞാൻ. നീയെല്ലാം കണക്റ്റിട്ടച്ച് ഫോട്ടോയും എടുത്ത് പറഞ്ഞു തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന്. ഏതാ കിണറ്റി കിടക്കുന്നത്? എന്തോ തെളിവാ? എടാ തുണിയെല്ലാം പോയി കിടക്കുകയല്ലേ. യുമാര് തന്നെ ആ തുണി. നിങ്ങൾക്ക് മനസ്സിലാകാരിയാണോ എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ രാജൻ കുഞ്ഞെ? യവന്മാര് തന്നെ ആ തുണിയെല്ലാം എടുത്തേച്ച് ഫോട്ടോ എടുത്ത് വെച്ച കുഞ്ഞ് തെളിവ്. ഓസേപ്പൊന്നും വേണ്ടിയില്ല. സ്തോത്രം. ഓസേപ്പിന് ഒന്നറിയാം, സമയാകുമ്പം ദൈവം എന്നെ കരയ്ക്ക് കയറ്റും. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ യോസേപ്പിന്റെ ആ മനസ്സ് കണ്ടോ? അതെന്നാ? യോസേപ്പ് നല്ല മനുഷ്യനാ. വായിച്ച് 49:22 മുതൽ താഴോട്ടും ആവർത്തന പുസ്തകം 33:13 മുതലും വായിക്കണം. അതൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ടതാ. എനിക്ക് നിന്ന് പ്രസംഗിക്കാൻ അങ്ങ് താല്പര്യം. എന്നാലും ഇച്ചിരി പ്രസംഗിച്ചേ പോകുന്നുള്ളൂ. പിന്നെ യോസേഫ് ഫലപ്രദമായൊരു വൃക്ഷം. യോസേപ്പ് ഫലപ്രദമായൊരു വൃക്ഷം. നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിൽമേൽ പടർന്നു. കിടക്കുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. വില്ലാളികളെല്ലാം കൂടെ ചേർന്ന് അവനെ വിഷമിപ്പിച്ചെന്ന് അവർ എയ്തു. ഇവന്മാരെല്ലാം കൂടെ എയ്തെന്ന്. യോസേപ്പിന് ഒത്തിരി എയ്തു. ഒരുത്തൻ മാത്രമാണോ എയ്തത്? എവിടെല്ലായിരുന്നാ എയ്തത്? ഇല്ലേ രാജ ഈ എയ്യാവുന്നവനല്ല. പിന്നെ അവസരം കിട്ടിയെടുത്തല്ല അവൻ. അപ്പൊ ഒരുത്തം വന്ന് പറഞ്ഞു, ഇന്നലത്തെ എഴുത്ത് നല്ല ഏറ്റിട്ടുണ്ട് കേട്ടോ. മറ്റോ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചത്തെ എഴുത്താ. ഒന്നും ഞാൻ വിവരിക്കുന്നില്ല, ഞാൻ അങ്ങ് അടങ്ങുക. സകല എണ്ണവും നിന്ന് എഴുതു. പക്ഷേ അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. പിന്നെ അവന്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. പിന്നെ ഇസ്രായേലിന്റെ പാറയായി ഇടയന്റെ നാമത്താൽ ഞാൻ വായിപ്പിക്കുന്നല്ല, തന്നെ ശരിയാകുകയല്ല. ഇനി ആവർത്തന പുസ്തകം 33:17 ഒക്കെ ചേർത്ത് കോർത്തിണക്കി അത് വായിച്ചു. ഞാൻ എന്റെ ആ ചൂടിലും താളത്തിലും നിന്നില്ലേ എനിക്ക് ഒക്കുകയല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യോസേപ്പിനെ പറ്റി പറയുമ്പോൾ ഫലപ്രദമായ വൃക്ഷമാണ്. ഒത്തിരി പേര് എഴുതു, ഒത്തിരി പേര് ഉപദ്രവിച്ച് പൊരുതി. പക്ഷെ അവന്റെ വില്ല് ഉടപ്പോടെ നിന്നു. അങ്ങനെ നിന്ന് ഒടുവിൽ അവൻ അപ്പനുമെല്ലാം കൂടെ ചത്തുപോയപ്പോൾ യവന്മാർക്ക് വെപ്രാളം ഉണ്ടായിട്ട് വന്ന് യോസേപ്പിനോട് മാപ്പപേക്ഷിക്കുക. തെറ്റിപ്പോയി. അവൻ ഇവന്മാർക്ക് തോന്നി യവന്റെയൊക്കെ സ്വഭാവമായ യോസേപ്പിനെന്ന്. പക്ഷെ യോസേപ്പ് പറഞ്ഞ പദമുണ്ട്, പേടിക്കണ്ട, ഭയപ്പെടേണ്ട. നിങ്ങളെല്ലാം കൂടി എനിക്ക് ദോഷം ചെയ്തു, പക്ഷെ എൻ്റെ ദൈവം അതെനിക്ക് ഗുണമാക്കി തീർത്തു. വായിച്ചേ അതിന്റെ 19-20 വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവർ ജാതികളെ പർവ്വതത്തിലേക്ക് വിളിക്കും. ഇപ്പം വേണ്ട, 50-19-20. പിന്നെ അതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യോസേപ്പ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിൽ. ഞാൻ തന്നെ വായിക്കാം. പണ്ടൊരാൾ പറഞ്ഞു, സിനിമാ കൊട്ടൊക്കെ പണിയും വേണം, അഭിനയിച്ചും കാണിക്കണം. രണ്ടും കൂടെ ഞാൻ ചെയ്യാം. യോസേപ്പ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു,
ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ഭയപ്പെട്ടു പോകരുത്, നീ ചഞ്ചലിക്കരുത്. നിന്റെ പ്രതികൂലങ്ങളെ ദൈവം അനുകൂലമാക്കും. നിനക്ക് ദോഷം വിചാരിച്ചവരും ദോഷം നിരൂപിച്ചവരും ദോഷം ചെയ്തവരുണ്ട്. നീ എതിർക്കാൻ പോകണ്ട, ഉടക്കാൻ പോകണ്ട, കയർക്കാൻ പോകണ്ട, മറുപടിക്കും പോകണ്ട. മുട്ടാലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ഗുണമാക്കി തീർക്കും. ഇന്ന് രാത്രി ഭയപ്പെട്ടു പോകരുത്. ധാരാളം കാര്യം പ്രസംഗിക്കേണ്ടതാ. ഒരു വാക്യവും കൂടെ വായിച്ച് ഞാൻ ഇരിക്കുകയല്ല, ഞാൻ അങ്ങ് അടങ്ങുക. അല്ല, ഇരിക്കാനൊന്നും താല്പര്യമില്ല, ഞാൻ അങ്ങ് അടങ്ങുക. ഒന്ന്, ഭയപ്പെടേണ്ട, നിനക്ക് ദോഷമൊന്നും വരികയില്ല. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ള ഒരുവനുണ്ട്. രണ്ട്, നീ ഭയപ്പെടേണ്ട. അവൻ നിനക്ക് വിരോധമായി ദോഷം നിരൂപിച്ച് പ്രവർത്തിച്ചു, പക്ഷെ ദൈവം അത് മുഴുവൻ ഗുണമാക്കി തീർത്തു. ഇന്ന് രാത്രി മുഴുവൻ നിനക്ക് ഗുണമാക്കി തീർക്കുമെന്ന്. ദോഷത്തിന് ദോഷം ചെയ്യാതെയും ശകാരത്തിന് പകരം ശകാരിക്കാതെയും ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ മുഴുവൻ കാര്യങ്ങളും പരമേൽപ്പിച്ച് നസറായനെയാണ് നമ്മൾ അനുഗമിക്കുന്നത്. ഈ അനുഭവത്തോടെ മുൻപോട്ട് പോയാൽ നിനക്കൊരു ദോഷവും വരികയില്ല. ഒരു ദോഷം എന്താണ് നിന്നെ പരിപാലിക്കും. ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്താം. സ്തോത്രം. അത് ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ദാവീദ് അവനോട്, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലവല്ല ഞാൻ നിനക്ക് മടക്കിത്തരും. നീയോ നിത്യം എന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ദാവീദ് അവനോട് പറയുക, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ആരോട് പറയുന്നു? ദാവീദ് മെഫീബോശത്തിനോട് പറയുക. ആരായി മെഫീബോശത്ത്? ശൗലിന്റെ കൊച്ചുമകൻ എന്ന് പറഞ്ഞാൽ യോനാഥാന്റെ മകൻ. എന്താ ഇവന്റെ കുഴപ്പടി? അയ്യോ, 2 കാലും മുടന്താ. ഒന്നാന്നെങ്കിൽ എങ്ങനെ എത്തിയും ചാടി പോകാം. ഇത് 2 കാലും മുടന്ത. ഈ 2 കാലും മുടന്തുള്ള ഇവൻ കിടക്കുന്ന സ്ഥലം ലോദേബാര. അത് വരണ്ട സ്ഥലമാണ്. അതന്നെ അവിടെ പോകാൻ കാര്യം. പണ്ട് വിസ്തരിക്കേണ്ട ഭാഗം സിയോൻ കോട്ടയ്ക്കുള്ള യബൂസ്യരെല്ലാം കൂടെ ദാവീദ് സിയോൻ കോട്ടയെ കടക്കത്തില്ല. അതിനാ അവൻ ഇവിടെ കയറുകയല്ല. അതന്നെ, അവൻ ഇവിടെ കയറിയാൽ നമ്മളാരും പോകണ്ട. ഇവിടുത്തെ മുടന്തന്മാരും കുരുടന്മാരും മതി അവനെ തട്ടാൻ. അത് ദാവീദിന്റെ കാതിലെത്തി. പഴയ പ്രമാണമല്ലേ? ദാവീദിന് ശുണ്ഠി വന്നച്ച് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ സിയോൻ കോട്ടയ്ക്കകത്തുള്ള സകല മുടന്തനെയും കുരുടനെയും ആദ്യം തട്ടാൻ പറഞ്ഞു. ഈ വാർത്ത സിയോൻ കോട്ടയെ പറഞ്ഞപ്പോൾ അന്ന് സിയോൻ കോട്ടയ്ക്കകത്ത് കിടന്ന സകല മുടന്തനും സകല കുരുടന്മാരും സിയോൻ കോട്ട വിട്ടുപോയി. ആ കൂട്ടത്തിൽ മെഫീബോശത്ത് ലോദേബാരിൽ അമ്മിയേലിന്റെ മകനാകുന്ന മാഗീറിന്റെ വീട്ടിൽ പോയി. ഇടയ്ക്കത്തെ വാക്യങ്ങൾ ചേർത്ത് കോർത്ത് ഇണക്കണം, അതിനിപ്പം മുതിരുന്നില്ല. അപ്പൊ 2 കാലും മുടന്തി ശൗലിന്റെ കൊച്ചുമകൻ എന്ന യോനാഥാന്റെ മകനാകുന്ന മെഫീബോശത്ത് വരണ്ടലമാകുന്ന ലോദേബാരി കിടക്കുക. അപ്പനെ കൊന്നു. ആരാ? യോനാഥാൻ. വല്യപ്പനെ കൊന്നു. ആരാ? ശൗല്. അപ്പന്റെ സഹോദരങ്ങളെ കൊന്നു. മെൽക്കീഷുവ. അപ്പൊ ശൗലിന്റെ മക്കളാ യോനാഥാൻ, മെഫീബോശത്ത്, മെൽക്കീഷുവ. ഇവരെല്ലാം കൊന്നു. അപ്പോൾ 3 മക്കളെ കൊന്നു, അപ്പനെ കൊന്നു, കുടുംബമെല്ലാം കൂടെ കുളം തോണ്ടി. ശൗലും അവന്റെ പിള്ളേരും കൂടെ എല്ലാം കൂടെ അത് മരിച്ച വസ്തുത ശമൂവേലിന്റെ 1-ാം പുസ്തകം 31-ലും 2-ാമത്തെ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്. ശൗൽ മരിക്കുകയും ദാവീദ് അമാലേക്കരെ ജയിച്ച് മടങ്ങി വന്നപ്പോൾ ഒരുത്തൻ തലയിൽ പൂടിയെല്ലാം കൂടെ വാരികിട്ട് പാളകത്ത് നോടി ദാവീദിന്റെ അടുക്ക വന്ന് സാഷ്ടാംഗം വീണു. ദാവീദ് ചോദിച്ചു, നീ എവിടുന്ന് വരുന്നു? ഞാൻ ഇസ്രായേൽ പാളയത്തിൽ നിന്ന് ഓടിപ്പോരുകയാണ്. എന്താ കാര്യം? എന്തായി? അയ്യോ, ശൗൽ മരിച്ചു, അവന്റെ മക്കളും മരിച്ചു. ശൗല് മരിച്ചെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ എതിർച്ചയാ ഗിൽബോവ പർവ്വതത്തിൽ ചെന്നപ്പോൾ ഒരുത്തൻ കുന്തത്തെ ചാരി നിൽക്കുന്നത് കണ്ടു. തേരും കുതിരപ്പടയും തുടർന്ന് നടക്കുന്നത് കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ടു. നീ ആരെന്ന് ചോദിച്ചു. ഞാനൊരു അമാല്യക്കൻ. എടാ, നീ ഓടി വന്ന് എന്നെ കൊല്ലണം. എൻ്റെ ജീവൻ മുഴുവൻ എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു. അങ്ങനെ പരിഭ്രമം പിടിച്ചപ്പോൾ ഞാൻ വെട്ടിക്കൊന്നു. അങ്ങനെ ശൗലും അവന്റെ മക്കളാകുന്ന യോനാഥാൻ, അബീനാദാബ്, മൽക്കീഷുവ, ഈ മക്കളെല്ലാം മരിച്ചു. അത്ഭുതകരമായി രക്ഷപ്പെട്ട് മെഫീബോശത്ത് ലോദേബാരിൽ. ദാവീദ് നിയമപ്രകാരം യോനാഥാനോടുള്ള ഉടമ്പടിയോട് ചോദിക്കുക, ആരേലും ആ കുടുംബത്തിൽ ഇനി ഉണ്ടോ? അപ്പോൾ സീവ, എരിവുള്ളവൻ എന്ന വാക്കിന്റെ അർത്ഥം.
എരിവുള്ള സീബ മുമ്പോട്ട് വന്ന് പറയുക, അച്ചായ ഇനി ഒരുത്തനുണ്ട്. ആരാ? മെഫീബോശത്ത്. ഏതാ? ശൗലിന്റെ കൊച്ചുമോൻ. ഏത്? യോനാനാന്റെ മകൻ. എന്ത് ചെയ്യേ? അവൻ ലോതാവാരി കിടപ്പുണ്ട്. എടാ പൊക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. എൻ്റെ ഭാഷ പറഞ്ഞ ആരോ ചെന്ന് രാജസേവകന്മാർ പൊടുന്നനെ ചെന്ന് ഇവനെ രണ്ടുകാലം മുടന്തി പരുവക്കേടായി കിടന്ന മെഫീബോശത്തിനെ പൊക്കിയെടുത്ത് ദാവീദ് രാജാവിന്റെ സിംഹാസനത്തിൽ കൊണ്ടുവന്ന് നിർത്തി കാണത്തില്ല, ഇരുത്തി കാണും. രണ്ടുകാലം മുടന്ത. ഇവനവിടെ വന്ന് മുടന്തിയവനെ കൊണ്ടിരുത്തി ഇവൻ നോക്കിയപ്പോൾ ദാവീദ് രാജാവ് ഇരിക്കുന്നു. പരിവാരങ്ങളെല്ലാം മന്ത്രിമാരും എന്ന് വേണ്ട മിടുമിടുക്കന്മാർ നിൽക്കുന്നു. ഇവന്റെ ചിന്ത, ദൈവമേ, അപ്പനെ കൊന്ന് വല്യപ്പനെ കൊന്ന് കുടുംബം മുഴുവൻ കുളം തോണ്ടി മുഴുവൻ നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചു. ലോദേവാരി കിടന്നിട്ടും കിടത്തുകയിലെന്നോർത്ത് കൊല്ലാനാന്നോ അറുക്കാനാന്നോ തിന്നാനാന്നോ കണ്ടിക്കാനാന്നോ വിൽക്കാനാന്നോ ഈ ചിന്ത അകത്ത് കയറിയപ്പോൾ ഭയമുണ്ടായി. അകത്ത് ഭയം വന്നപ്പോൾ മുഖത്ത് പ്രതിഫലിച്ചു. മുഖം കണ്ടപ്പോൾ ദാവീദിന് പിടികിട്ടി പേടിച്ചരണ്ടിരിക്കുക. അവനോട് ആ 9:7 പറയുക, ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാനാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ ചെയ്ത് നിന്റെ വല്യപ്പന്റെ നിലമെല്ലാം നിനക്ക് മടക്കി തരിക. ഇന്ന് രാത്രി നീ ഭയപ്പെട്ടു പോകരുത്. അതിന്റെ ആശയമേതാ? പേടിക്കരുത്. നഷ്ടപ്പെട്ട പിതൃസ്വത്ത് ഇന്ന് രാത്രി തിരിച്ചു തരാൻ പോവാ. എന്തുവാ മാനവകുലത്തിന് നഷ്ടപ്പെട്ടത്? ഒന്നാമത്തെ ആദാം മുഖാന്തരം മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ട ധാരാളം കാര്യമുണ്ട്. നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ടു, പറുദീസ നഷ്ടപ്പെട്ടു, സ്തോത്രം, അവിടുത്തെ ഫലം നമുക്ക് നഷ്ടപ്പെട്ടു, ജീവവൃക്ഷത്തിന്റെ ഫലം നഷ്ടപ്പെട്ടു, സ്തോത്രം, തേജസ് നഷ്ടപ്പെട്ടു, അധികാരം നഷ്ടപ്പെട്ടു. ഇതൊക്കെ നിന്ന് പറയേണ്ടതാ. ഇത് മുഴുവൻ നഷ്ടപ്പെട്ടു. എങ്ങനെ? ആദിപിതാവാകുന്ന ആദാം നിമിത്തം. എന്നാൽ ആ നഷ്ടപ്പെട്ടു പോയ പിതൃസ്വത്ത് തിരിച്ചു തരുമെന്ന് പേടിക്കണ്ട. എങ്ങനെ? ഇങ്ങനെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്നാമത്തെ ആദാം മുഖാന്തരം മനുകുലത്തിന് നഷ്ടപ്പെട്ടു പോയ മുഴുവനും ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരിച്ചു തരിക. അതുകൊണ്ട് ഇന്ന് രാത്രി ഭയപ്പെട്ടു പോകരുത്. ഈ രാത്രി നീ ഭയപ്പെട്ടു പോകരുത്. ഒന്നാമത്തെ ആദാമിന് അധികാരമുണ്ടായിരുന്നു, അത് നഷ്ടപ്പെടുത്തി. അധികാരമുള്ളത് കൊണ്ടല്ലയോ ദൈവം പറഞ്ഞ് വേറിടാന്ന് പറഞ്ഞ്. ആന ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ഭാവനയാ, ആന ഇങ്ങോട്ട് വന്നപ്പോൾ ആദാം ആനയുടെ തുമ്പിക്കൈയിൽ ഒരു തലോടലൊന്ന് പേര്. എൻ്റെ ചിന്തയാ, ആന എന്ന് പോയി. നിനക്കിപ്പോൾ ഒന്ന് അരിക്കൊമ്പനെടുക്ക ചെന്ന് ആന എൻ്റെ ആ പീസ് അധികാരം നഷ്ടപ്പെട്ടതാണ്. കടുവായും പുലിയെല്ലാം വന്നപ്പോൾ ഇതിൽ കടുവ, പുലി, കരടി എല്ലാം പേരിട്ട് വിടുക. അധികാരമുണ്ട്, ഒരെണ്ണം അനങ്ങിയില്ല. എന്നാ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ അധികാരം നഷ്ടപ്പെട്ടു. അതല്ലേ തെക്കേലെ പട്ടി നിന്നെ കാണുമ്പം പട്ടിക്ക് പോലും നിന്നോട് നമ്മൾ പോപട്ടി എന്ന് പറഞ്ഞു നമ്മൾ പോപട്ടി. അധികാരം നഷ്ടപ്പെട്ടു. അന്ന പട്ടിക്ക് പോലും നിന്നെ പേടിയില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ് ഈ അധികാരം നഷ്ടപ്പെട്ടു. എന്നാൽ ഈ അധികാരം ഒടുക്കത്തെ ആദാം മുഖാന്തരം നമുക്ക് തിരിച്ചു തരും. എങ്ങനെ? അയ്യോ, കുഞ്ഞാടും ചെന്നായും പുള്ളിപ്പുലി എല്ലാം കൂടെ ഒന്നിച്ച് മേകുന്ന പാർക്കുന്ന ഒരു സുതനമുണ്ട്. സർപ്പത്തിന്റെ പൊത്തിക്കൊണ്ട് കൊച്ചൻ കൈയിടും. സർപ്പം ഒരു ദോഷവും വരുത്തുകയല്ല. സിംഹം കാളപ്പോൾ പുല്ലു തിന്നീടും, പുള്ളിപ്പുല്ലിയും ഗോതമ്പതുപോൽ. സിംഹം കാളപ്പോൾ പുല്ലു തിന്നീടും, പുള്ളിപ്പുല്ലിയും ഗോതമ്പതുപോൽ. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും, സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും. ചെറിയ ശിശുക്കൾ യേശുവിരാജ് വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം പരമേൽ വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം പരമേൽ മുടന്തർമാൻ നിന്നെ പോലെ ചാടിയിടും, ഊമന്മാരും ഉല്ലത് ചാർക്കും. കുരുടന്മാരുടെ കണ്ണും തുറക്കും, കുരുടന്മാരുടെ കണ്ണും തുറക്കും. ഒഴിയും മാനുഷ ശാപമശേഷം വരുന്നു പരമേശൻ ഈ പാരിൽ ഭരണം പരമേൽ. സമയം പോയതുകൊണ്ട് ഞാനങ്ങ് നിർത്തുക. ഇത് ഓരോരോ പോയിന്റുകളും വിസ്തരിച്ചു പോകേണ്ടതാ. ഇന്ന് മുതിരുന്നില്ല. കർത്താവ് അനുവദിക്കുകയാണെ ദൈവഹിതമാണെങ്കിൽ എന്നേലും അവസരം വരുമ്പം നമുക്ക് ഒക്കുന്നെങ്കിൽ ചിന്തിക്കാം. മതി, ഇതൊക്കെ ഗുണമാകാനാണ്, ഇതൊക്കെ മതി, ഇത് തന്നെ കൂടുതലാ. ഒരു കാര്യം പറയാം, ആദിപിതാവാകുന്ന ആദം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ മുഴുവൻ സ്വത്തും ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ തരിക. ഭയപ്പെടേണ്ട.
ഇന്ന് രാത്രി ഭയപ്പെടരുത്. രോഗമാകട്ടെ, മരണമാകട്ടെ, ലോകമാകട്ടെ, പ്രകൃതി ശക്തിയാട്ടെ, ഒന്നും കണ്ട് ഭയപ്പെടേണ്ടത്. ദൈവമെല്ലാം അനുകൂലമാക്കി തരും. യേശു വീണ്ടും വരാറായി. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. അതിനെന്തോ ചെയ്യണം? ഒന്ന്, മാനസാന്തരപ്പെട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. രണ്ട്, വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. മൂന്ന്, അഭിഷേകം പ്രാപിക്കണം. നിന്നെന്നും നിർത്തിയെന്നൊക്കെ ആരാണ്ടൊക്കെ പറയുന്നത് അത് തർക്കിക്കുന്നില്ല. നിന്നിട്ടില്ല, ഇപ്പം നിൽക്കത്തുമില്ല. നീ അഭിഷേകം പ്രാപിക്കണം. ആ പദമെടുത്ത് ഇപ്പം അലക്കും. ജോൺസാൻ എന്നെ പറ്റിയാണ്ട് പറഞ്ഞപ്പോൾ എന്നെ കീറിയെന്നാന്നോ അലക്കിയെന്നാന്നോ കീച്ചി എന്നങ്ങാണ്. ഞാനത് ശ്രദ്ധിച്ചു, പിന്നെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ആ അഭിഷേകം എന്നുള്ള പദമെടുത്ത് കീച്ചു. അങ്ങനെ ഇരിക്കട്ടെ, കീച്ചു ഒക്കെ കീച്ചിക്കോട്ടെ. അനുഭവിക്കുന്നത് കൊണ്ടും വാചനത്തിലുള്ളത് കൊണ്ടും പറയുക. നീ അന്യഭാഷാ ഭാഷണത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതാരുടെയും കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തും. അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കണം. നീ തിരുമേശ കിടക്കണം, വേർപാട് പാലിക്കണം. വിശുദ്ധ ജീവിതം നയിച്ച് ഓരോ ദിവസവും കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ വരവ് ഞാൻ നോക്കി പാർത്താൽ അവൻ നഷ്ടപ്പെട്ടു പോയ പിതൃസ്വത്ത് തിരികെ തരുവാൻ ഒരു വനിതാ വേഗം വരുന്നു. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവൻ ഒരിക്കൽ കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇതുവരെ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ സഹകരിച്ച എല്ലാ മാന്യ പിതാക്കന്മാർ, മാതാക്കൾ, കൊച്ചു കുഞ്ഞുങ്ങൾ, ആദരണീയ കർത്തദാസന്മാർ, എല്ലാവർക്കും നന്ദി. പാട്ടുകാർ, നിങ്ങൾക്കെല്ലാം നന്ദി. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സമീപവാസികൾ, അവിടെ റോഡിലും ദൂരെയൊക്കെ നിൽക്കുന്ന മാന്യ സഹോദരങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പാടാൻ ഞാൻ പറയത്തില്ല, ഇറങ്ങിപ്പോവും. പാടിയാൽ മതി. സ്റ്റേജിലുള്ളവർക്ക് എഴുന്നേക്കാം. നിങ്ങൾ പെട്ടെന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് എനിക്കറിയാം. ഇന്ന് അങ്ങ് സഹിക്കേ ചിങ്ങമ്പര പോട്ടെന്ന് പറഞ്ഞ വലിയ അങ്ങ് പോട്ടെ. നിങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പാടിയാൽ മതി. അഥവാ ആരിൽ എഴുന്നേക്കാണെങ്കിൽ എനിക്കൊന്ന് കാണുകയും ചെയ്യും ആരാ എഴുന്നേക്കുന്നെന്ന്. അപ്പം ഇവരൊന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെ. അച്ഛൻ അവിടെ ഇരുന്നു. അച്ഛൻ എഴുന്നേക്കണ്ട. അച്ഛൻ ഒടുവിൽ എഴുന്നേക്കാൻ അവർ അവസരം തരും. അപ്പോൾ 2 ശീൽ പാട്ട് കൈയടിച്ച് പാടി നമുക്ക് ഇന്നങ്ങ് പിരിയാം. ആമേൻ. കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അമ്പരത്തിൻ ചാട്ടികൾ ഭ്രമിച്ചിടുന്ന നാൾ അമ്പര പിന്നാലിലോ നടുങ്ങിടുന്നിതാ. യേശു വരുന്നേ, പൊന്നേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? നീക്കും ലോകവാഴ്ച യേശു രാജ അജന, സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച തന്നി. നീക്കും ലോകവാഴ്ച യേശു രാജരാജന, സ്ഥാപിക്കും സ്വർഗീയ വാഴ്ച അൻപിശുദ്ധർക്ക. യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദമേ, ഓ അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഓ ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദമേ, അതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഓ യേശു വരുന്നേ, യേശു വരുന്നേ, വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഓ വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഓ വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഓ വരവിനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ഹല്ലേലൂയ പാടാ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാ. സഹകരിച്ച് എല്ലാവർക്കും നന്ദി. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. ഒരു നിമിഷം ആ കരങ്ങൾ ഉയർത്തി വീശി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്നും എന്നേക്കും